ARCM നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റത്തിന്റെ ചെറിയ തുടക്കം ഇന്നുണ്ടാവും. ഇന്ന് 5 മിനിറ്റ് മുൻപ് വരെ ഇന്നത്തെ ഒരു ദിവസം മാത്രം എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിന്റെ റിപ്പോർട്ട് 38 പേരുടെയാണ്. അത് ഏറ്റവും കുറവാണ്. 40-നും 60-നും ഇടയ്ക്ക് ഒരു ദിവസം ആളുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ വാട്സപ്പിൽ സന്ദേശം അയക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം എന്ന് ചോദിക്കാറുണ്ട്. പരമാവധി ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും ക്ലിയർ ചെയ്യാൻ പറ്റാറില്ല. കാരണം സമയം ഒരു ഫാക്ടറാണ്. 2 റോളിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഒരു ബിസിനസ് മാൻ, ഒന്നൊരു ഡോക്ടർ. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക കുറച്ച് ശ്രമകരമാണ്. പക്ഷെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നെ പരിചയപ്പെടുത്തി, പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം എന്ന യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 19 വർഷമായി മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇപ്പൊ എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത റൂബി ബിനിസാറും RCM ബിസിനസ്സിലെ സൗത്ത് ഇന്ത്യയിലെ തലതൊട്ടൊപ്പം നമ്മുടെ സഫിയർ മൂർത്തി സാറും ഒരുമിച്ച് എയർഫോഴ്സിൽ കഴിയാനുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ ഭാഗ്യം എന്നെ തേടി വന്നത്. സോ എന്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർക്ക് അവരെ മനസ്സിലോർത്തുകൊണ്ട് ലെറ്റ് മീ സ്റ്റാർട്ട്. ആളുകളോട് നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ ഈസ് ലൈഫ് എന്ന്. ആളുകൾ എന്താ പറയാ? ലൈഫ് ഈസ് നോർമൽ. അപ്പൊ നമ്മൾ തിരിച്ചു പറയും നോർമൽ എന്ന് വെച്ചാൽ അത് എപ്പോഴും ബോറിംഗ് ആണ്. എന്നും ഒരേ ആളുകളെ കാണുക, ഒരേ കാര്യങ്ങൾ ചെയ്യുക, ഒരേ ആക്ടിവിറ്റീസിൽ മുഴുകുക, ഒരേ ചിന്തകൾ ഉണ്ടാവുക. പിന്നെ എന്ത് പ്രോഗ്രസ്സാ? RCM എന്നൊരു സംവിധാനം, ഇതിനെ ഒരു ബിസിനസ് എന്ന് പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ബിസിനസ് ആണ്, ഇതൊരു ജീവിത ശൈലിയാണ്, ഒരുപാട് ആളുകൾക്ക് ജീവിത മാർഗമാണ്, ഇതൊരു സംസ്കാരമാണ്, ഇതൊരു നാഗരികതയാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷെ ഈ പ്രസ്ഥാനത്തേക്ക് വരുമ്പോൾ എവറി ഡേ വി ആർ മീറ്റിംഗ് ന്യൂ പീപ്പിൾ. പുതിയ ആളുകളെ കാണുന്നു, പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു, അവരുടെ ജീവിതത്തിലേക്ക് കുറച്ച് വെളിച്ചം കൊടുക്കുന്നു, ആ വെളിച്ചം നമ്മളിലേക്കും പ്രസരിക്കുന്നു, നമ്മുടെ ജീവിതത്തിനും കുറച്ചുകൂടി വെളിച്ചം കിട്ടുന്നു. അങ്ങനെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ലൈഫ് നോർമൽ അല്ല, സംതിങ് അബ്നോർമൽ. അതുകൊണ്ട് തന്നെ കുറച്ച് അബ്നോർമലായ ആളുകൾ അതിൽ നിലനിൽക്കുള്ളൂ. കാരണം RCM ബിസിനസ്സിൽ ഇഷ്ടംപോലെ ആളുകൾ വരും, പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കും, പ്രൊഡക്റ്റൊക്കെ നല്ലതാണെന്ന് അവർ തന്നെ സമ്മതിക്കും. പിന്നെ പതുക്കെ അവർ അതിൽ നിന്ന് പതുക്കെ വിഡ്രോ ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ്, ഈ ഒരു ആശയം, എന്റെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ മാറ്റിയാൽ എനിക്ക് ആരോഗ്യം കിട്ടുമെന്നും ബ്രാൻഡ് ഒന്ന് മാറ്റിയാൽ ആരോഗ്യം കിട്ടുമെന്നും ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്താൽ വരുമാനം കിട്ടുമെന്നും ആളുകൾക്ക് തലയിൽ കയറില്ല. കാരണം കുറെ കാര്യങ്ങൾ നമ്മുടെ തലയിൽ അടിച്ചു കയറി, പരസ്യങ്ങളുടെ ഒക്കെ അടിച്ചു കയറി ഏറ്റി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ആളുകൾ പോവില്ല. ആ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്ത് കിടക്കുന്ന ആളുകളാണ് ഈ മേഖലയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാറുക. സോ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉൽപ്പന്നങ്ങളും അതുമൂലം കിട്ടാവുന്ന ആരോഗ്യപരമായ നേട്ടത്തെയും കുറിച്ച് മാത്രം പറയാം. കാരണം ആരോഗ്യം എന്ന് പറഞ്ഞ ഒരു വിഷയം വളരെ വിശാലമാണ്. അതിനെ ഒരു ചെറിയ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഭഗീരഥ പ്രയത്നമാണ്. ഞാൻ RCMൽ വന്നിട്ട് ഏകദേശം 18 വർഷം, ആൾമോസ്റ്റ് 3-3.25 മാസം. ഞാൻ അന്നും ഇന്നും ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാള് ബാക്കിൽ നിന്ന് തള്ളാനില്ലാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. തള്ളേണ്ട ആവശ്യമില്ല, നമ്മുടെ ആവശ്യമാണ്. കാരണം എന്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് RCM ആണ്. ഞാൻ പറഞ്ഞ ഭാഗ്യം എന്നല്ല പറഞ്ഞ എല്ലാ സൗഭാഗ്യങ്ങളും തന്നത് RCM ആണ്. അപ്പൊ അതിന് അത്രമാത്രം നന്ദി എനിക്കുണ്ട്. ഞാൻ ഇന്നും ഇതിലുണ്ടായിരിക്കും. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. ഹിന്ദുക്കളൊക്കെ പറയും 7 ജന്മം ഉണ്ട്, ആയതുകൊണ്ടോ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു RCM മെമ്പറായിട്ട് വരാൻ സാധിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥന. RCM അസോസിയേറ്റ് ബയർ ആയിട്ട്. കാരണം ഈ കൺസെപ്റ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അതിന്റെ ഡെപ്ത് മനസ്സിലാവുക. എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം, ഇന്നും കേരളത്തിൽ എന്റെ മുന്നിൽ 700-800ഓളം ആളുകളുണ്ടെങ്കിൽ പോലും ഞാൻ പറയാണ്, ഈ കൺസെപ്റ്റിന്റെ പ്രസക്തി, ഇതിന്റെ ഒരു പ്രാധാന്യം, ഇതിന്റെ ഒരു സ്കോപ്പ്, ഇതിന്റെ ഒരു വിഷൻ ശരിയായി മനസ്സിലാക്കിയാൽ ഇന്നും കേരളത്തിൽ മൊത്തം നോക്കിയാൽ 100-ൽ താഴെയുള്ളൂ. സോ ലെറ്റ് us ചേഞ്ച് ദാറ്റ് നമ്പർ. പേര് ഡോക്ടർ രാജൻ. പ്രകൃതി ജീവനം എന്ന യോഗ എന്ന മേഖല പ്രാക്ടീസ് ചെയ്യുന്നു, പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ആളുകളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം കുറെ ആളുകളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. അതിൽ നമുക്കിവിടെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഒരുപാട് ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നല്ല ഭക്ഷണത്തിന്റെ അഭാവമാണ്. നല്ല ഭക്ഷണം പഞ്ചഭൂതങ്ങളും അന്നമാണ്. അന്നം എന്ന് വെച്ചപ്പോൾ നമ്മൾ വായുക്കൂടെ കഴിക്കുന്നത് മാത്രമല്ല, ശരീരം സ്വീകരിക്കുന്നത് മുഴുവൻ അന്നമാണ്. ആകാശം അന്നമാണ്, വായു അന്നമാണ്, അഗ്നി അന്നമാണ്, ജലം അന്നമാണ്, ഭൂമി അന്നമാണ്. അത് കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഒരു രോഗങ്ങളും വരില്ല. പ്രകൃതി ജീവനത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം അതാണ്. നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത് 5 എലമെന്റുകളെ കൊണ്ടാണ്, പഞ്ചഭൂതങ്ങൾ, 5 എലമെന്റ്സ്. സയൻസ് അതിനെ അല്പം കൂടി ഒന്ന് ഡിവൈഡ് ചെയ്ത് 7 ആക്കി മാറ്റി. അന്നജം, കൊഴുപ്പ്, വെള്ളം ഒരു കാറ്റഗറി, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ മറ്റൊരു കാറ്റഗറി. ആദ്യത്തെ 3 വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം. ജീവൻ ഉണ്ടായത് വെള്ളത്തിലാണ്. ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ 60%. വെള്ളം നന്നായിട്ട് കുടിക്കുക. എത്ര കുടിക്കണം? ഓരോ 20 കിലോ ശരീരഭാരത്തിനും മിനിമം 1 ലിറ്റർ വെള്ളം.
ഇപ്പൊ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നല്ലപോലെ വിയർക്കുന്ന ആളുകൾ വെള്ളത്തിനുള്ള അല്പം കൂടിയും കൂട്ടണം. 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം ഒരു ദിവസം മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഈ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ സാധിച്ചാൽ അവരുടെ 60% രോഗങ്ങളും മാറും. അതികഠിനമായ തലവേദന വരുമ്പോൾ നിങ്ങൾ 1/2 ലിറ്റർ വെള്ളം സിപ്പായിട്ട് കുടിച്ചോളൂ. 10 മിനിറ്റ് കൊണ്ട് തലവേദന കുറയും. അനുഭവിച്ച ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. മുടി കൊഴിച്ചിലിന്റെ ഒന്നാമത്തെ കാരണം വെള്ളം കുറവാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മുടി കൊഴിച്ചിൽ കുറയും. സ്കിൻ ഡ്രൈ ആവാനുള്ള ഒരു കാരണം, പല കാരണങ്ങളിൽ ഒരു കാരണം വെള്ളത്തിന്റെ കുറവാണ്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുക, അതേസമയം കുറച്ച് സമയം വെള്ളത്തിൽ ഇരിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ 99% സ്ത്രീകളുടെയും മെസ്സേജ് വരുന്നത് യൂട്രസിൽ മുഴ, യൂട്രസിൽ മുഴ, യൂട്രസിൽ മുഴ. ഇന്നത്തെ ദിവസം 6 പേരാണ് യൂട്രസിൽ മുഴ, ഫൈബ്രോയിഡ്, സിസ്റ്റ്, PCOD പോലെ പ്രശ്നങ്ങളായിട്ട് ഇന്ന് എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഇന്ന് കൺസൾട്ടേഷൻ ഉണ്ടായില്ല. ഇന്നലെയാണെങ്കിൽ ഏകദേശം 6-7 പേരുണ്ടായിരുന്നു. ഇതേപോലെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, അവർ വെള്ളം വേണ്ടത്ര അളവിൽ കുടിക്കുന്നില്ല, സമയാസമയങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നില്ല. അപ്പൊ ഇത് ചെയ്യാത്തിടത്തോളം കാലം മലാശയത്തിലും മൂത്രാശയത്തിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ യൂട്രസും ഓവറിയൊക്കെ വലിച്ചെടുത്ത് അതിന്റെ ഉൾഭിത്തികളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡും അതിന് മറ്റൊരു കാരണമാണ്. അതിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഫൈബ്രോയിഡ് ആയിട്ട് മാറും. ഫൈബ്രോയിഡ് പിന്നെ സിസ്റ്റ് ആവും, സിസ്റ്റ് പൊട്ടും, പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാവും, പിന്നെ യൂട്രസ് എടുത്ത് കളയേണ്ടി വരും. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു നരകയാതനയും പേരി കഴിയുന്നവരാണ് കേരളത്തിലെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ 30%. അതിന് എന്തൊരു പോംവഴി? വെള്ളം നന്നായിട്ട് കുടിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ആ പാഠം ആദ്യം പഠിച്ചാൽ പിന്നെ വേറെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ആ വെള്ളം നന്നായിട്ട് കുടിക്കുന്നതിനൊപ്പം കുറച്ച് സമയം വെള്ളത്തിലിരിക്കുക. നമ്മുടെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ബേസിനിൽ പച്ചവെള്ളം നിറച്ച് 1/2 മണിക്കൂർ അതിൽ ഇരുന്നോളൂ. ഒരുപാട് വണ്ടർഫുൾ ആയ റിസൾട്ട് കിട്ടും. ഇൻക്ലൂഡിങ് ഷുഗർ ലെവൽ വരെ കുറയാനാണ് നല്ലതാ. 5 പൈസ ചെലവില്ലാണ്ട് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ വെള്ളം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് വെയിൽ. നന്നായിട്ട് വെയിൽ കൊള്ളണം. രാവിലെയും വൈകിട്ട് 1/2 മണിക്കൂർ ഇളം വെയിൽ, പോക്കുവെയിൽ കൊണ്ടാൽ സ്കിന്നിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല, ഷുഗർ മാത്രമല്ല, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വരെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നല്ലതാണ്. വൈറ്റമിൻ ഡി വെയിലിൽ നിന്ന് മാത്രം കിട്ടുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് എല്ലിനും പല്ലിനും തൈറോയിഡിനും ഒക്കെ പ്രശ്നം. നമ്മുടെ നാട്ടില് ധാരാളം സ്ത്രീകളുണ്ട് തൈറോയിഡ് പേഷ്യൻസ്. ധാരാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ് അത്. ആദ്യകാലങ്ങളിൽ സ്ത്രീകളുടെ മാത്രം ഒരു കുത്തകയായിരുന്നു തൈറോയിഡ്. ഇന്ന് സ്ത്രീകളിൽ നിന്ന് മാറി അത് പുരുഷന്മാർക്കും ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഒരാൾ വിളിച്ചു തൈറോയിഡ് സംബന്ധമായ പ്രശ്നം. ഒരു പുരുഷൻ 40-42 വയസ്സിലെ ഒരു പുരുഷൻ വിളിച്ചു. അപ്പൊ എന്തുകൊണ്ട് ഇത് വരുന്നു വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതി മാറി, നമ്മുടെ ജീവിതശൈലി മാറി, മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ്. ഈ കൺഫ്യൂഷൻ മാറ്റം എന്ത് ചെയ്യണം? ഭക്ഷണം നന്നാക്കണം, നല്ല ഭക്ഷണം. അപ്പൊ 5 അന്നങ്ങളെ കുറിച്ച് അവന്റെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞു, വെയിലിന്റെ കാര്യം പറഞ്ഞു. ഒരു 10 മിനിറ്റ് മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കാൻ സാധിച്ചാൽ കാലിനടിയിലുള്ള പ്രഷർ പോയിന്റുകളൊക്കെ ഒന്ന് തനിയെ ആക്റ്റീവ് ആവും. അത് ചെയ്യാൻ സാധിച്ചാൽ പല രോഗങ്ങളും തനിയെ മാറും. ഇപ്പൊ നമ്മുടെ ഈ ചൂണ്ടാണി വിരലിന്റെ അഗ്രഭാഗം ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് വെറുതെ പ്രസ് ചെയ്തോളൂ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ TV കാണുമ്പോൾ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ഇത് നമ്മുടെ നേത്രനാടികളെ ആക്റ്റീവ് ആക്കുന്ന പോയിന്റാ. ഈ തള്ളവരിന്റെ കടവശം ഉണ്ടല്ലോ, ഇവിടെ ഈ റേസ് പോർഷൻ, ഇത് തൈറോയിഡിന് ഏറ്റവും നല്ലതാ. തൈറോയിഡ് പേഷ്യൻസിന് ഇവിടെ പ്രസ് ചെയ്ത് അവരിങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ ചൂളുന്ന കാണാം. ഇത് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാ. ഈ പോയിന്റുകൾ മുഴുവൻ എവിടെയുണ്ട്? നമ്മുടെ കാലിനടിയിലുണ്ട്. അപ്പൊ മണ്ണിൽ കൂടെ ഒരു 10 മിനിറ്റ് നടക്കുക. ഇനി നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ചില പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ ആൾട്ടർനേറ്റ് മെഡിസിൻ ഒക്കെ കിട്ടുന്ന ചില കടകളിൽ നമുക്ക് എനർജി ബോർഡ് കിട്ടും, നിറച്ച് മുള്ളുള്ള ഒരു ബോർഡ്. അതിന്റെ മേലെ കയറുന്ന അഭ്യാസം കാണിക്കുക. ഒരു 10 മിനിറ്റ് അതിന്റെ മേലെ കയറി നിന്നാൽ സംഗതിയൊക്കെ ഓക്കെയോ, ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ വലിയ റിസൾട്ട് തരിക. ഇപ്പൊ വെള്ളം, മണ്ണ്, വെയില്, റെഗുലർ ആയിട്ട് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് പറഞ്ഞാൽ നിങ്ങളൊക്കെ വിഷമിക്കും. 20 മിനിറ്റെങ്കിലും റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യും. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശരീരം ഒന്ന് ചലിപ്പിക്കുക. ശരീരം ചലിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും, എൻഡോർഫിൻ ഉണ്ടാവും. എൻഡോർഫിൻ കുറയുമ്പോഴാണ് പാർക്കിൻസൺസ് പോലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പൊ ഡോക്ടർമാർ എന്നെ സിന്തറ്റിക് ആയിട്ടുള്ള അത് സന്തോഷം ഉണ്ടാവുന്ന ചില മരുന്നുകൾ അവര് സജസ്റ്റ് ചെയ്യും, പ്രിസ്ക്രൈബ് ചെയ്യും. സിൻഡോപ്പ പോലുള്ള മരുന്നുകൾ. ഓക്കെ, അപ്പൊ അതൊക്കെ വരാതിരിക്കേണ്ട റെഗുലർ ആയിട്ട് ശരീരം ചലിപ്പിക്കുക. ശരീരം ചലിപ്പിക്കുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവരിക. ഇനി ജിമ്മിൽ പോകണം നിർബന്ധമൊന്നുമില്ല, യോഗ ചെയ്യണം നിർബന്ധമില്ല. നമ്മളൊരു ഹൈ സ്പീഡ് പാട്ട് വെച്ചിട്ട് ആ പാട്ടിന്റെ ഒപ്പം ശരീരം ഒന്ന് ചലിപ്പിക്കുക. കൈയും കാലും മൊത്തം ഒന്ന് ചലിക്കട്ടെ. ഓക്കെ, അത് കൃത്യമായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു യോഗ ഡാൻസ് അയച്ചു തരാം. എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അത് ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്താ? നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ ലെവൽ കൂടും. ഓക്സിജന്റെ ലെവൽ കൂടുമ്പോൾ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടുന്നു, നമ്മുടെ ഹിമോഗ്ലോബിൻ കൂടുന്നു, ബ്ലഡിലൂടെ കൊണ്ടുപോകാനുള്ള പോഷകങ്ങളുടെ അളവ് കൂടുന്നു, സെല്ലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു, നല്ല എനർജി ഉണ്ടാവുന്നു, രോഗങ്ങൾ വരില്ല. അതുകൊണ്ടാണ് കാര്യമായിട്ട് ഫുഡ് സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കഴിക്കാത്ത റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകൾക്ക് കാര്യമായിട്ട് അസുഖങ്ങൾ വരാത്തത്. 4ാമത്തെ കാര്യം. 5ാമത്തെ കാര്യം, നമ്മൾ നന്നായിട്ട് ആകാശം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്.
അന്തരീക്ഷം, സ്പേസ്, അതിൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, പോസിറ്റീവായിട്ടുള്ള ഫുഡ്. മൂന്ന് കാറ്റഗറി: ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ഊർജ്ജം നൽകുന്ന ഭക്ഷണം, മലിനീകരിക്കുന്ന ഭക്ഷണം. പച്ചയായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മുളപ്പിച്ച ധാന്യങ്ങളും കരിക്കും തവിടെണ്ണയൊക്കെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അത് റെഗുലറായിട്ട് കഴിച്ചുള്ളൂ, ശരീരത്തിലെ എല്ലാ അഴുക്കുകളും തനിയെ കഴുകപ്പെട്ടു, മീൻസ് കംപ്ലീറ്റ് ക്ലീൻ ആവും. ക്ലെൻസിങ് ഫുഡാണ് അത്. രണ്ടാമതാണ് ഊർജ്ജം നൽകുന്ന ഭക്ഷണം, അതായത് കാർബോഹൈഡ്രേറ്റ് നൽകുന്ന ഭക്ഷണം. അതായത് ചോറ്, ചപ്പാത്തി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഒരു മാക്സിമം 250 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം. അപ്പൊ കൂടുതൽ കഴിച്ചുള്ള പ്രശ്നം എന്താ? കൂടുതൽ കഴിച്ചാൽ കൂടുതൽ വ്യായാമം ചെയ്യാത്തതുകൊണ്ട്, കൂടുതൽ അധ്വാനം ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ വരുന്ന എനർജി മുഴുവൻ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. പലരും പറയാറുണ്ട്, ഞാൻ നോൺ വെജ് കഴിക്കാറില്ല, എണ്ണപ്പലഹാരം തൊടാറില്ല, ചോറ് മാത്രമേ കഴിക്കുള്ളൂ, ഞാൻ ഇങ്ങനെ വീർത്ത് വരുന്നു. എസ്പെഷ്യലി ലേഡീസാ പറയാ. അതിന്റെ കാരണം എന്താ? ഈ അൺയൂസ്ഡ് എനർജി മുഴുവൻ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവും. നമ്മള് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കഴിക്കുക. കുറച്ചും കൂടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊരു ലെവൽ വരും, അപ്പം നിർത്തുക. അതിന് കുറച്ച് കൺട്രോൾ വേണം. ആ കൺട്രോൾ ഉണ്ടെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ പലപ്പോഴും പറയാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ആ കൺസെപ്റ്റ് തെറ്റാണ്. കുറച്ച് ഭക്ഷണം കഴിക്കുക. വയറ് മാത്രം കഴിച്ചാൽ ആയുസ് വർദ്ധിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ സാത്വികമായുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ക്ലൻസിങ് ഫുഡ്, ഊർജ്ജം നൽകുന്ന ഭക്ഷണം, പിന്നെ വരുന്നതാണ് മലിനീകരിക്കുന്ന ഭക്ഷണം. അതിൽ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന് പഞ്ചസാര, എല്ല് തേയ്മാനം മുഴുവൻ ഉണ്ടാക്കും, കണ്ണിന്റെ കാഴ്ചശക്തി മുഴുവൻ കളയും. കുട്ടികളില്ലാത്ത ദമ്പതികൾ നമ്മുടെ നാട്ടിൽ കൂടുന്നതിന്റെ ഒന്നാമത്തെ കാരണം പഞ്ചസാരയാണ്. ന്യൂറോ ഡിസോർഡർ മുഴുവൻ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകം പഞ്ചസാരയാണ്. അമ്മ അമിതമായിട്ട് മധുരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഗ്യാരണ്ടീഡ് ആണ്. അതുപോലെ പഞ്ചസാര വായിക്ക് മാത്രം മധുരം തരും, ജീവിതത്തിലെ സർവ്വമധുരങ്ങളും കെടുത്തും. എന്റെ അടുത്ത് വരുന്ന 100% പേഷ്യൻസിനോട് ഞാൻ ആദ്യം പറയുന്ന കാര്യം സ്റ്റോപ്പ് ഷുഗർ. ഞാൻ ഒരിക്കലും കുറയ്ക്കാൻ പറയാറില്ല. അതുകൊണ്ട് തന്നെ പല പേഷ്യൻസ് രണ്ടാമത് വരാറില്ല. ഒരു ഹസ്ബൻഡും വൈഫും കൂടി ഒരിക്കലും കാണാൻ പോകുന്നു. കുറച്ച് പ്രായം ചെയ്യുന്നതാണ്. ഒരാളൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വളരെ ഹൈ പൊസിഷനിൽ നിന്ന ആളാ, വൈഫും അതെ അത്യാവശ്യം ഉയർന്ന പൊസിഷനിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൈഫിനെ ആദ്യം കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, പഞ്ചസാര നിങ്ങൾ കഴിക്കരുത്, കാരണം എല്ലിന്റെ തേയ്മാനം നന്നായിട്ടുണ്ട്. 3 കിലോ എല്ല് വേണ്ട സാഹചര്യത്തിൽ കഷ്ടിച്ച് 1.8 അവർക്ക് മൊത്തം വേദനകളാ, തുടരുത് പറഞ്ഞു. അതില്ലാണ്ട് എങ്ങനെ ജീവിക്കുക? ഞാൻ പറഞ്ഞു, ശർക്കര ഉപയോഗിക്കൂ, കരിപ്പെട്ടി ഉപയോഗിക്കൂ, പനഞ്ചക്കര ഉപയോഗിക്കൂ, പനങ്കൽക്കണ്ട ഉപയോഗിക്കൂ. പക്ഷെ അത് കേട്ട ഭർത്താവ് പറഞ്ഞു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി. ദാറ്റ്സ് ഓൾ. ആൾക്ക് വേണ്ട, താല്പര്യമില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു അവസരം അവർ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 4-4.5 മാസം മുൻപ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ ഒരു പഠനം പറയുന്നത്, ഒരു ആവറേജ് ഇന്ത്യൻ ഫാമിലി ഒരു മാസം 3638 രൂപ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കുന്നു. കഴിഞ്ഞ 19 വർഷം 4 മാസമായിട്ട് എനിക്ക് ഒരു പൈസ പോലും ചെലവാക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വെറുതെ ഒന്ന് കണക്കൂട്ടി, 8 ഏകദേശം 30,000 രൂപ. ആലോചിച്ച് നോക്കുക, ചെറിയ മോണ്ട. ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം, അതുമൂലം ഉണ്ടാകുന്ന ടെൻഷൻ, ഇതൊക്കെ മാറ്റി ഒരു മരുന്നുകളില്ലാത്ത രോഗത്തോട്ട് വരാൻ ആളുകൾക്ക് മടിയാണ്. കാരണം ശീലങ്ങൾ മാറ്റാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. ശീലങ്ങൾ മാറ്റിയ രോഗങ്ങൾ മാറും. ശീലങ്ങൾ മാറ്റാൻ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ ഭക്ഷണം ഇതിൽ നെഗറ്റീവ് ഫുഡിൽ ഒന്നാമതാണ് പഞ്ചസാര. സ്റ്റോപ്പ് ഇറ്റ്. ഇന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ എത്രയും നല്ലത്, ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ നമ്മൾ നാളേക്ക് വെയിറ്റ് ചെയ്യേണ്ട. 19 വർഷമായിട്ട് എന്റെ വീട്ടിൽ, ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ എത്തുകൊണ്ട് എന്റെ സ്വന്തം വീട്ടിലാണ്, ഇവിടെ പഞ്ചസാര ഇല്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജീവിക്കുന്ന അതേ രീതിയിലൊക്കെ ജീവിച്ചു പോവാം. ഓക്കെ. രണ്ടാമതാണ് മൈദ. നമുക്കറിയാം, മൈദയുടെ ആവിർഭാവത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഷുഗർ എന്ന രോഗം കൂടിയത്. കാരണം മൈദ ബ്ലീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അലോക്സാൻ എന്ന് പറഞ്ഞ കെമിക്കലാണ് പാൻക്രിയാസിന്റെ പ്രവർത്തന ശേഷി നശിപ്പിച്ച് ഇൻസുലിന്റെ ഉൽപാദനം കുറച്ച് ഷുഗർ രോഗികളെ കൂടുതൽ നിർമ്മിക്കുന്നത്. നമ്മൾ ധാരാളം ബേക്കറി പലഹാരങ്ങളിൽ ഒരു 90% മൈദയാണ്. സോ അവോയ്ഡ് ചെയ്യും, പരമാവധി അവോയ്ഡ് ചെയ്യും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് ലോകത്താണ്, വല്ലപ്പോഴും ഒന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഡോണ്ട് മേക്ക് എ ഹാബിറ്റ്. കാര്യങ്ങളെ പ്രായോഗിക തലത്തിൽ കാണാം. പഞ്ചസാര, മൈദ. പിന്നെ മൈദയുടെ മറ്റൊരു ദോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് സ്റ്റിക്കി. അതിന്റെ അടിസ്ഥാന സ്വഭാവം പശയാണ്. ഈ പശ എവിടെ ചെന്നാലും അത് പശയുടെ സ്വഭാവം കാണിക്കും. കഴിച്ചാൽ ഭക്ഷണം പുറത്തു പോവില്ല, അവിടെ കെട്ടിക്കിടക്കും. അപ്പൊ പഞ്ചസാര, മൈദ. മൂന്നാമത്താണ് പാല്. പാലിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ലത്. നല്ല നാടൻ പശുവിന്റെ പാല് കിട്ടാനുണ്ടെങ്കിൽ, സുരക്ഷിതമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ പാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പശുവിന്റെ പാല് പശുവിന്റെ കുട്ടിക്കുള്ളതാണ്. ഒരു കൊച്ചു പശുക്കുട്ടിയെ 1.5 വർഷത്തിനുള്ളിൽ പൂർണ്ണ വളർച്ചയുള്ള പശുവാക്കി മാറ്റാനുള്ള വൈറ്റമിൻസും മിനറൽസും ഗ്രോത്ത് ഹോർമോണുകളും മാത്രമാണ് പാലിലുള്ളത്. ആ പാല് നമ്മൾ അധികം കഴിച്ചാൽ നമ്മുടെ കുട്ടികൾ പശുക്കുട്ടി വളരുന്ന പോലെ അമിതമായ ഗ്രോത്ത് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പീരീഡൊക്കെ പെൺകുട്ടികൾ വളരെ ഏർലി പീരീഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. പ്ലസ് രണ്ടാമത്തെ കാരണമാണ് ബ്രോയിലർ ചിക്കനും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോ
പാലിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. നല്ല നാടൻ പശുവിന്റെ പാല് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ രോഗാവസ്ഥയിൽ ബെറ്റർ ടു അവോയ്ഡ്. പലപ്പോഴും ആളുകൾ കരുതുക പാല് കഴിച്ചാൽ ആരോഗ്യം കൂടും, അല്ലേ? പണ്ട് സ്കൂൾ ക്ലാസ്സിൽ ഒരു 60-65 കാലഘട്ടത്തിലെ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അമ്മ എനിക്ക് പാൽ തരും, ഞാൻ പാൽ കുടിക്കാഞ്ഞാൽ അമ്മ കരയും. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ മാറി. അന്ന് നല്ല പശുവിൻ പാല് കിട്ടിയിരുന്നു, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് കിട്ടുന്നത് 80% ഡ്യൂപ്ലിക്കേറ്റ് പാല, പശു ഇല്ലാതെ ഉണ്ടാക്കുന്ന പാല. സോ ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. രോഗാവസ്ഥയിൽ പ്രത്യേകിച്ച് കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് ഒരു കാരണവശാലും പാൽ ഉപയോഗിക്കരുത്. ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടന്റുകൾ പാലിലുണ്ട്. സോ ബെറ്റർ ടു അവോയ്ഡ് ആസ് ഫാർ ആസ് പോസിബിൾ. ഞാൻ പറഞ്ഞു, നല്ല നാടൻ പശുവിന്റെ പാല്, പുല്ലും വൈക്കോലും തിന്ന് കഴിയുന്ന നാടൻ പശുവിന്റെ പാല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ കൺസെപ്റ്റുകൾ പെട്ടെന്നൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. പലരോടും പറയാറുണ്ട്, ആരോഗ്യത്തിലേക്ക് കുറുക്കുവഴികളൊന്നുമില്ല. അപ്പോൾ പാലിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. രോഗാവസ്ഥയിൽ ബെറ്റർ ടു അവോയ്ഡ്. ഓക്കെ. അപ്പൊ പഞ്ചസാര, മൈദ, പാല്, ഉപ്പ് എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. ഹാർട്ടിന് കംപ്ലൈന്റ് വന്നാൽ ഡോക്ടർ പറയും ഉപ്പ് കഴിക്കരുത്. മഞ്ഞപ്പിത്തം വന്നാൽ വൈദ്യർ പറയും ഉപ്പ് തുടരുത്. കിഡ്നിക്ക് രോഗം വന്നാൽ ഡോക്ടർ പറയും ഒരു കാരണവശാലും ഉപ്പ് കഴിക്കരുത്. കാരണം ഈ 3 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസ് ആണ്. അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കൈയില്ലാണ്ട് ജീവിക്കാം, കാലില്ലാണ്ട് ജീവിക്കാം, പക്ഷെ ഹാർട്ടോ കിഡ്നിയോ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഉപ്പിന്റെ ഉപയോഗം എത്ര കുറയ്ക്കുന്നു അത്രയും നല്ല. അതിനുള്ള ഏറ്റവും ഒരു എളുപ്പ വഴിയാണ് ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്ത കഴിക്കുക. വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുക. അപ്പൊ അതിൽ ഉപ്പിന്റെ ആവശ്യം വരില്ല. ഞാനത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോ പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്കിൻ അലർജി ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. ഏറ്റവും കൂടുതൽ മെമ്മറി ലോസ് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ വീക്കാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഉപ്പ്. പ്ലസ് യൂട്രസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഉപ്പാണ്. വെരിക്കോസ് വെയിൻ വരാനുള്ള നമ്പർ 1 റീസൺ ഉപ്പാണ്. സോ ബെറ്റർ ടു അവോയ്ഡ്. 5 വെളുത്ത വിഷങ്ങളെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ 5 വിഷങ്ങളിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഞ്ചസാര, മൈദ, പാല്, ഉപ്പ്, തവിടില്ലാത്ത വെളുത്ത അരി. നെല്ല് 2 തവണ പുഴുങ്ങിയിട്ടാണ് നമ്മൾ മലയാളികൾ ഉപയോഗിക്കുക. നെല്ല് 2 തവണ പുഴുങ്ങുമ്പോൾ നെല്ലിലെ കംപ്ലീറ്റ് എസൻസും വെള്ളത്തിൽ കൂടെ അങ്ങ് പോകും. ആ നെല്ല് മില്ലിൽ കൊണ്ട് കുത്തി വെളുപ്പിച്ച് വെളുത്ത അരിയാക്കി നമ്മൾ കഴിക്കും. അപ്പൊ ബാക്കിയുള്ള തവിട് മില്ലിൽ പോയി. വീട്ടിൽ കൊണ്ടുവന്നൊരു 3-4 തവണ കഴുകി അതിൽ അവശേഷിച്ചിരിക്കുന്ന തവിട് അരിക്കാടി വെള്ളത്തിലൂടെ വേസ്റ്റ് ആക്കി കളയും. ഈ അരി അടപ്പത്തൊട്ട് തിളപ്പിച്ച് വറക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതിൽ കംപ്ലീറ്റ് എസൻസും ഊറ്റിക്കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി നമ്മൾ ആ ചണ്ടി തിന്നും. ആ ചണ്ടി തിന്നുന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന 10-700ഓളം ആളുകൾ. ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ കഷായം ഉണ്ടാക്കാറുണ്ട്. കഷായം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചണ്ടിയല്ല തിന്നുക, വെള്ളം കുടിക്കുക. കാരണം വെള്ളത്തിലാണ് അതിന്റെ സത്ത്. അപ്പൊ സത്തില്ലാത്തതിന് നല്ല മലയാളത്തിൽ അസത്ത് എന്ന് പറയും. എന്നു മുതലാണോ നമ്മുടെ ഭക്ഷണ രീതിയിൽ മേജറായിട്ടൊരു മാറ്റം വരികയും തിന്നേണ്ടത് കളയുകയും കളയേണ്ടത് മാത്രം തിന്നുകയും ചെയ്യുന്ന ഒരു ശീലം തുടർന്നത്, അന്ന് തുടങ്ങി നമുക്ക് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ. ആ ജീവിതശൈലി രോഗങ്ങളെ മുഴുവൻ മാറ്റാൻ ധാരാളം തവിടുള്ള ഭക്ഷണം കഴിച്ചാൽ മതി. ഓക്കെ. അപ്പോ 3 കാറ്റഗറി ഫുഡിനെ കുറിച്ച് പറഞ്ഞു. 5 വെളുത്ത വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു. 5 വെളുത്ത വിഷങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഏത് ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത് അതാണ് നിങ്ങളുടെ ആരോഗ്യം, അതാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾ കഴിക്കുന്നത് ശുദ്ധീകരിക്കുന്ന ഭക്ഷണം, ഊർജ്ജം നൽകുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല. ഇനി ഊർജ്ജം നൽകുന്ന ഭക്ഷണം, അത്യാവശ്യം മലിനീകരിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണേണ്ടി വരും. ഇനി കഴിക്കുന്ന ഭക്ഷണം ശരീരത്തെ മലിനീകരിക്കുന്ന ഭക്ഷണം മാത്രമാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാനുള്ള നേരം ഉണ്ടാവില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ, ഒരു 8,000-ലധികം ക്ലാസ്സുകൾ കഴിഞ്ഞ 10-18 വർഷത്തിലുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ക്ലാസ് എടുത്ത് കഴിഞ്ഞ് പലരും കൺസൾട്ടേഷനും പേഴ്സണൽ ഡൗട്ടും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയും വീട്ടിൽ എന്നും സുഖമാണ്, അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, ചേട്ടന് സുഖമില്ല, ചേച്ചിക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല. അപ്പൊ ഞാൻ പറയും നിങ്ങളുടെ അടുക്കള ശരിയല്ല. അതെന്താ? വാസ്തു നോക്കിയിട്ടാണ് അടുക്കളയും വീടൊക്കെ നിർമ്മിച്ചത്. ഞാൻ പറഞ്ഞു ആ വാസ്തുവിന്റെ കണക്കല്ല, അവിടുത്തെ ഭക്ഷണം ശരിയല്ല. ഫ്രിഡ്ജില് 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം മുന്നത്തെ സാധനം ഫ്രിഡ്ജിലുണ്ടോ? അത് ചത്ത ഭക്ഷണമാണ്. ചത്ത ഭക്ഷണം നമ്മൾ കഴിച്ച് നമ്മൾ വളരെ പെട്ടെന്ന് ചത്തുപോകും. അത് പേടിക്കൊന്നും വേണ്ട. എത്ര പഴയ ഭക്ഷണം നമ്മൾ കഴിക്കും, നമ്മുടെ ശരീരം അത്രമാത്രം പഴയത്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. വേവിച്ച് 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം ചത്ത ഭക്ഷണമാണ്. പറയുമ്പോൾ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ കഴിച്ചു നോക്കൂ, ഒരു ഫ്രഷ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഓൾഡ് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഓൾഡ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് മുനിമാരൊക്കെ അവർ പഴങ്ങൾ, നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പഴങ്ങൾ മാത്രമേ, എത്ര വർഷം 100-120, കഴിഞ്ഞ ദിവസം 129 വയസ്സ് പ്രായമുള്ള ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു. നിലത്ത് ഭംഗിയായിട്ട് ചമ്പ്രം പണിഞ്ഞിരിക്കുന്നു. ഇവിടെ 25, 28 അല്ലെങ്കിൽ 30, 35 വയസ്സുള്ള ലേഡിയോട് ചമ്പ്രം പണിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇരുന്നാൽ പിന്നെ പൊക്കണം തന്നെ ക്രെയിൻ കൊണ്ടുവരേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് ആരോഗ്യം നൽകുന്നത്. അപ്പൊ നല്ല ഭക്ഷണം എവിടുന്ന് കിട്ടും? ധൈര്യമായിട്ട് നമുക്ക് പറയാം RCM എന്ന പ്രസ്ഥാനത്തിൽ കിട്ടും. പോസിറ്റീവ് ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നത്, നമ്മളെ എനർജൈസ് ചെയ്യുന്ന ഭക്ഷണം എല്ലാം ഇവിടെ കിട്ടും. മായമില്ലാത്ത വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ കിട്ടും. അതിലൊരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ്
അരിയുടെ തവിടുന്നെടുക്കുന്ന ഈ എണ്ണ, ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ, ഏകദേശം 34ഓളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഈ എണ്ണ കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ഞാൻ മാറ്റുമെന്നല്ല പറഞ്ഞത്, പ്രതിരോധിക്കാൻ സഹായിക്കുന്നത്. ഇതില് 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. ഒറൈസനോൾ ഉണ്ട്, ടോക്കോട്രിനോൾ ഉണ്ട്, ടോക്കോഫിറോൾ ഉണ്ട്. 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകളുള്ള ഒരേ ഒരു ഭക്ഷ്യ എണ്ണ നമ്മുടെ നാട്ടിൽ അത് റൈസ് ബ്രാൻ ഓയിലാണ്. മറ്റ് റൈസ് ബ്രാൻ ഓയിൽ ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്? മറ്റുള്ളതെല്ലാം മോസ്റ്റ് ഓഫ് ദ കേസസ് ഫിസിക്കലി റിഫൈൻഡ് അല്ല, അത് കെമിക്കലി റിഫൈൻഡ് ആണ്. വെറും റിഫൈൻഡ് എന്നാണ് എഴുതുക. കുറഞ്ഞ തവിട്ടിൽ നിന്ന് കൂടുതൽ എണ്ണ കിട്ടാൻ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കൾ ചേർത്ത് ശുദ്ധീകരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ഒരു രാസവസ്തുക്കളും ചേർക്കാതെ, രാസവസ്തുക്കൾ ചേർക്കാതെ എന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ ശരീരത്തിന് ഹാനികരമായ ഒരു രാസവസ്തുക്കളും ചേർക്കാതെ ശുദ്ധീകരിക്കുന്ന ഈ എണ്ണ ഏകദേശം 8 മുതൽ 12 കിലോ വരെ തവിട്, ന്യൂമാറ്റിക് കംപ്രഷനുണ്ട്, കോൾഡ് കംപ്രഷനോടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ HACCP സർട്ടിഫൈഡ് ആയുള്ള ഈ ഒരു പ്രൊഡക്റ്റ് തലയിൽ തേക്കാൻ വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നത്, മുടി ചെമ്പിച്ചു പോകുന്നത്, മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഈ എണ്ണ ലോഞ്ച് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് രാവിലെ വരെ ഈ എണ്ണയാണ് ഞാൻ തലയിൽ തേച്ചിരിക്കുന്നത്. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്, നല്ല ഉറക്കം കിട്ടും. ഇത് മേല് തേച്ച് കുളിച്ച തൊലിപ്പുറത്തുണ്ടാകുന്ന 14ഓളം അസുഖങ്ങൾ, മൊളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി തുടങ്ങി 10-14ഓളം സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലത്. ധാരാളം ആളുകളുടെ എണ്ണ ഉപയോഗിച്ച് സൊറിയാസിസ് ഒക്കെ മാറിയ ഒരു 10,000-കണക്കിന് ആളുകൾ വെരിക്കോസ് വെയിൻ മാറിയവരുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒരു കൈക്കിടുന്ന എണ്ണ എടുക്കുക, കാലിൽ അപ്ലൈ ചെയ്യുക, കാലടിയിൽ നിന്ന് മേലോട്ട് ഒഴിയുക, കാലിൽ കുറച്ച് സമയം വെയിൽ കൊള്ളിക്കുക, കുറച്ച് സമയം രാത്രി കിടക്കുന്ന സമയത്ത് കാലൽപ്പം ഉയർത്തി വെച്ച് കിടക്കുക. 1-2 മാസം കൊണ്ട് മാറുന്നുണ്ട്. എന്നാൽ വെരിക്കോസ് വെയിൻ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിയാൻ പാടില്ല. ആര്യവേപ്പിന്റെ ഇല അരച്ച് മഞ്ഞൾപ്പൊടിയും തവിടെണ്ണയും കൂടി ചേർത്ത് ഒരു മിശ്രിതം അതിന്റെ മേലെ പുരട്ടി വെയിൽ കൊള്ളിക്കുമ്പോൾ അത് പതുക്കെ പൊട്ടിപ്പടുത്ത ഉള്ളിലെ ചോരയും ചലമൊക്കെ പുറത്തു വരും. പിന്നെ പതുക്കെ അത് ഉണങ്ങും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ന്യൂട്രിചാർട്ട് SY കൂടി ചേർത്തിട്ട്, ആര്യവേപ്പിന്റെ ഇല കിട്ടാനില്ലെങ്കിൽ ന്യൂട്രിചാർട്ട് SY കൂടി ചേർത്തിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. നല്ല റിസൾട്ട് കിട്ടും. ഇപ്പൊ തലയിൽ തേക്കാം, മേല് തേച്ച് കുളിക്കാം. പാചകെണ്ണയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ എണ്ണ 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. ഇത് പച്ചയ്ക്ക് കഴിക്കാം. ഇതൊന്നും ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല, നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തിയതാണ്. കാരണം പ്രകൃതി ജീവനത്തിൽ തവിട് കൊടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത്. ഈ പ്രസ്ഥാനത്തില് തവിടെണ്ണ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനും നല്ല തവിട് ചില കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അത് കഴിക്കാൻ പറയും. നാളികേരം ശർക്കരയും കൂട്ടി തവിടും ചേർത്ത് കഴിക്കാൻ പറയും. പല രോഗങ്ങളും മാറും. പിന്നീടാണ് ഇത് വന്നത്. അപ്പോൾ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ അനുഭവങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. ഈ എണ്ണ നമുക്ക് റെഗുലർ ആയിട്ട് കഴിക്കാം. ഇത് എന്ന് ലോഞ്ച് ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 15 ml വെറും വയറ്റിൽ ഞാൻ കഴിക്കുന്നുണ്ട്. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കഴിക്കുന്നുണ്ട്. ഇത് കഴിച്ചാൽ കിട്ടുന്ന ഗുണം, ഇത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഹൈപ്പർ ടെൻഷനുള്ള ആളുകളെ BP കുറയ്ക്കാൻ നല്ലതാണ്. ഒരേ സമയം നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ്. എല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലത്. ഹാർട്ടിന്റെ ബ്ലോക്കുകളെ ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാനും സഹായിക്കും. കാരണം അതിനെ സഹായിക്കുന്ന ഒറൈസനോൾ എന്ന് പറയുന്ന ഒരു ഘടകം ഇതിലുണ്ട്. അത് ഗുളിക രൂപത്തിലും നമുക്ക് കിട്ടാനുണ്ട്. 10-24ഓളം അസുഖങ്ങളെ നമുക്ക് നേരിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്ന ഗാമ ഒറൈസനോള് പാശ്ചാത്യ നാടുകളിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ അതൊരു ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് ഗാമ ഒറൈസനോള്. അപ്പൊ ഇതിൽ ഇത്തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിക്കാനും ഉള്ള അവസ്ഥയെ പതുക്കെ കുറച്ചു കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഉള്ള രോഗാവസ്ഥ കുറയുന്നു. 2, ഒരു രോഗം വരാതെ നോക്കാനും ഇത് സഹായിക്കും. അപ്പൊ ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, എല്ല് തേയ്മാനമായി, ഹാർട്ട് ബ്ലോക്കായി, സ്ട്രോക്ക് എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ, രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഇതിലടങ്ങിയുള്ള ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻസർ എന്ന രോഗം നമ്മുടെ നാട്ടിൽ ഇപ്പൊ സർവ്വസാധാരണമാണ്. എല്ലാ പ്രാർത്ഥനകളും എന്നിലേക്ക് എത്തുന്നു എന്ന ഏതോ ഒരു മതഗ്രന്ഥത്തിന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പറഞ്ഞ അതേപോലെയാണ് ഇപ്പൊ എല്ലാ രോഗങ്ങളും ക്യാൻസറിലേക്ക് എത്തുന്നു. വളരെ ചെറുതായിട്ട് വരുന്ന ഒരു വയറുവേദന, അത് സ്റ്റൊമക് ഡിസോർഡർ ആയിട്ട് മാറുന്നു. പിന്നെ അത് ക്യാൻസർ. ചെസ്റ്റിൽ ചെറിയൊരു പ്രോബ്ലം, പിന്നെ അത് ലങ് ക്യാൻസർ ആയിട്ട് മാറുന്നു. ഹാർട്ടിന്റെ പ്രോബ്ലം, സർവ്വദിക്കിലും ക്യാൻസർ. ഐ ഡോണ്ട് നോ വൈ ഇറ്റ് ഈസ് സോ. എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അത് പോകുന്നത്. ഇപ്പൊ പനി, ജലദോഷം, തലവേദന എന്ന് പറയുന്ന അതേ ലാഘവത്വത്തിൽ നമ്മൾ ക്യാൻസർ എന്ന് പറയാണ്. യൂട്രസ് ക്യാൻസറിന്റെ കാര്യം എന്നാണ് പറയും വേണ്ട. ഇഷ്ടം പോലെ കേസുകൾ. ഇന്നലെ ഒരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു. അവർക്ക് ചെറിയൊരു മുഴ, ടോയ്ലറ്റിൽ പോകുമ്പോൾ ചെറുതായിട്ടൊരു മുഴ പോലെ കാണുന്നു. പേടിയാണ്. നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്. ഭയങ്കര പേടി. ക്യാൻസർ ആണോ നമ്മൾ 100 തവണ പറഞ്ഞോളൂ, നോ ഡൗട്ട് ക്യാൻസർ അവിടെ വന്നിരിക്കും. ഓക്കെ, അപ്പോ അതൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി വന്നെങ്കിൽ തന്നെ അതിന് ഒരു പരിധി വരെ സബ്സിഡി ചെയ്യാനോ ഇതൊക്കെ സഹായിക്കും. അപ്പൊ ഈ എണ്ണ അതിൽ അടങ്ങിയിട്ടുള്ള ഒറൈസനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ്, ആന്റി ക്യാൻസറസ് ആണ്. പാശ്ചാത്യ നാടുകളിൽ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് ഒറൈസനോളിന്റെ ഗുളികകൾ.
ഓക്കെ, ആ ഒറൈസനോൾ നമ്മുടെ ഈ എണ്ണയിൽ ഏകദേശം 100 ഗ്രാം എണ്ണയിൽ ഏകദേശം 1500 മില്ലിഗ്രാം ഒറൈസനോൾ ഉണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കാൻ പറയുന്നത്. പലരും പറയും എണ്ണയൊക്കെ കഴിക്കും, വല്ലതും സംഭവിച്ചാലോ? സംഭവിക്കും, ആരോഗ്യം വെച്ചുകൂടാ, ഒറ്റ മാറ്റം മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. ഇപ്പൊ തലയിൽ തേക്കാനും മേല് തേച്ച് കുളിക്കാനും പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാനും പച്ചയ്ക്ക് കഴിക്കാനും നല്ലത്. ദഹന സംബന്ധമായ 9ഓളം അസുഖങ്ങൾ, നെഞ്ചിരിച്ചില്, പുളിച്ചുതകട്ടല്, മലബന്ധം, ഗ്യാസ് ട്രബിള്, അൾസറേറ്റീവ് കൊളിറ്റീസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ തുടങ്ങിയ 9ഓളം അസുഖങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. എന്താ ചെയ്യേണ്ടത്? രാവിലെയും വൈകിട്ടും കഴിച്ചോളൂ. നിങ്ങൾക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ ഒരു നേരം കഴിച്ചോളൂ. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ 2 നേരം കഴിച്ചോളൂ, നോ പ്രോബ്ലം. പിന്നെ പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്. കൈ ഇങ്ങനെ വിറയ്ക്കും, എന്താ പറയാ, പാർക്കിൻസൺസ്, മെമ്മറി മൊത്തം പോകുന്ന അവസ്ഥ, അൽഷിമേഴ്സ്, മെമ്മറി കുറച്ചൊക്കെ പോകുന്ന അവസ്ഥ, ഡിമെൻഷ്യ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാസമുറ നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ, മെനോപോസ് സിൻഡ്രോം, ഇതിനൊക്കെ നല്ലതാ. ഇതിനൊക്കെ ഉപരി കണ്ണിലൊരു കുരു വന്നാൽ, കണ്ണിലൊരു പ്രാണി പോയാൽ, കണ്ണിലൊരു കരട് വീണാൽ, ചെങ്കണ്ണ് വന്നാൽ 2 തുള്ളി നേരിട്ട് കണ്ണിലൊഴിക്കുക. പിന്നീട് ഒരു കഷ്ണം പഞ്ഞി എണ്ണയിൽ മുക്കി കണ്ണിൽ വെച്ച് സുഖമായിട്ട് കിടക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനത് ചെയ്യാറുണ്ട്. അത്രേ സമയം കിട്ടാറുള്ളൂ. ഇതൊന്നും എവിടെ എഴുതി വെക്കപ്പെട്ടിരുന്നു? നമ്മുടെ വർഷങ്ങളായിട്ടുള്ള 10-16 വർഷമായിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഉപയോഗിച്ചവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 14 ദിവസം കൊണ്ട് 360 കൊളസ്ട്രോൾ 180 ചുരുങ്ങിയ ഒരാളെ മിനിഞ്ഞാന്ന് ഞാൻ പരിചയപ്പെട്ടു. 14 ദിവസം. അൺബിലീവബിൾ, ബട്ട് ഇസ് ട്രൂ. വേറൊന്നുമല്ല, ഇതിലുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 40-50 ഈ എന്റെ മുന്നിൽ എത്ര പേര് എണ്ണം കൂടി ഉണ്ടായിരിക്കാം, എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു 50 വർഷം മുൻപ്, 50 വയസ്സെങ്കിലും കഴിഞ്ഞ ആളുകൾക്ക് അറിയാം, ഒരു 50 വർഷം മുൻപ് നമ്മുടെ നാട്ടിൽ എത്ര പേര് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്, എത്ര പേർക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്? നത്തിങ്, ഹാർഡ്ലി ഫ്യൂ. അവര് തവിടുള്ള ഭക്ഷണമാണ് കഴിച്ചിരുന്നത്, കഞ്ഞി കുടിച്ചിരുന്നു, കഞ്ഞിവെള്ളം ഉപയോഗിച്ചിരുന്നു, തവിടുള്ള ഭക്ഷണം ധാരാളം കഴിച്ചിരുന്നു. വീടുകളിൽ നെല്ല് കുത്തി ആ തവിട് തെള്ളിയെടുത്ത് അതിൽ നാളികേരം ശർക്കരയും കൂട്ടി കഴിച്ചിരുന്നു. അസുഖങ്ങൾ വന്നിരുന്നില്ല. നമ്മൾ കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയി, എല്ലാം ഫാസ്റ്റ് ഫുഡായി. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് മേലോട്ട് പോയി തുടങ്ങി. ഒന്ന് മാറി ചിന്തിക്കണം. ആര്? അവനവൻ. വണ്ടി നന്നായിട്ട് 120 കൊല്ലം ഓടണം എന്നുണ്ടെങ്കിൽ മാറി ചിന്തിച്ചേ മതിയാവും, വേറെ ഒരു വഴിയില്ല. അപ്പോ ഈ എണ്ണ, കാരണം ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഇപ്പോ ആർസിമിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റിലും ഇതിനെക്കുറിച്ച് 1.5 മണിക്കൂറാണ് സാധാരണ പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് പറയാൻ നേരമില്ല. മൂത്ത കുട്ടിക്ക് താഴെ 2ാമത്തെ കുട്ടി വന്നു, 3ാമത്തെ കുട്ടി വന്നപ്പോൾ മൂത്ത കുട്ടിയെ ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക് സമയമില്ല. പക്ഷെ ഈ എണ്ണയുടെ ഗുണം ആർസിമിൽ 9038ഓളം പ്രൊഡക്റ്റുകൾ മാർച്ച് 31-നുള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്പർ 1 ആണ്. ഇനി 100 കോടി പ്രൊഡക്റ്റിൽ വന്നാലും ഇതിനെ വെല്ലാൻ ഒരു പ്രൊഡക്റ്റ് ആർസിമിൽ ഉണ്ടാവില്ല. കാരണം അത്രയും മാജിക്കൽ പ്രൊഡക്റ്റ് ആണ്. ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. ഇന്ത്യയിലത്തെ കാര്യം വിടും, കാരണം ആർസിഎം ഒരു ഗ്ലോബൽ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ എണ്ണ, അരിയുടെ തവിട് നിൽക്കുന്ന എണ്ണ, ഫിസിക്കലി റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ, ഏകദേശം 34ഓളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഈ എണ്ണ കുടീനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. കാരണം എന്താ? ഇതൊരു മരുന്നല്ല, ഇതൊരു നല്ല ഭക്ഷണമാണ്. നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുക, അല്ലാതെ ഒരു മരുന്നുകളും ആരോഗ്യം നൽകില്ല. ഓഫ്കോഴ്സ് നമ്മുടെ രോഗത്തെ ഒരു പരിധി വരെ താൽക്കാലികമായി അടിച്ചമർത്താൻ അത് സഹായിക്കും. നല്ല അടിപൊളി ആട്ടയുണ്ട്. ആർസിമിന്റെ ആട്ട ഉപയോഗിച്ച ആളുകൾ വേറൊരു ആട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല. ചക്കി ഫ്രഷ് ആണ്, ഹോൾ വീറ്റ് ആണ്, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്താണ്, മുളപ്പിച്ച് പൊടിപ്പിക്കുന്നതാണ്. ഈ 4 ക്വാളിറ്റിയുള്ള ഒരാട്ടയും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. അത് ഇവിടെ ഉണ്ട്. ഉപയോഗിച്ച ആളുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. മാർക്കറ്റിൽ കിട്ടുന്ന സമാന ഗുണം നൽകുന്ന ഉൽപ്പന്നങ്ങളെ 20-30% വിലക്കുറവാണ്. സമാന ഗുണം നൽകുന്ന ഉൽപ്പന്നങ്ങളായിട്ട് കമ്പയർ ചെയ്യണം. അല്ലാണ്ട് ഏതെങ്കിലും ആട്ടയായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. മുളപ്പിച്ച് പിടിപ്പിച്ചത്, അതായത് ഈർപ്പം നിലനിർത്തി അതിലേക്ക് ഗോതമ്പിൽ ചെറുതായിട്ട് ബീജാങ്കുരണം വന്ന് അതിലേക്ക് പിന്നെ ചൂടുള്ള എയർ കടത്തിയിട്ട് ഉണക്കി പൊടിപ്പിച്ച ആട്ട. സോ ടേസ്റ്റി. നമുക്ക് മറ്റൊരു ആട്ടയുണ്ട്, 12 ചേരുവകളുള്ള നവധാന്യങ്ങൾ പൊടിപ്പിച്ച്, നവധാന്യങ്ങളുണ്ട് പക്ഷെ 12 ഫോമില് അതിലുണ്ട് കണ്ടന്റ് ഉള്ള മൾട്ടിഗ്രെയിൻ ആട്ട. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾ കമ്പൾസറി അത് കഴിച്ചിരിക്കണം. ബോഡിക്ക് അണ്ടർ വെയിറ്റ്, അണ്ടർ ഗ്രോത്ത് ഉള്ള ആളുകൾ കമ്പൾസറി അത് കഴിച്ചിരിക്കണം. വളരെ മെലിഞ്ഞ പെൺകുട്ടികൾ നിർബന്ധമായിട്ടും അത് കഴിച്ചിരിക്കണം. കുട്ടികളില്ലാത്ത ദമ്പതികൾ 101% അത് കഴിച്ചിരിക്കണം. പക്ഷെ പല കടകളിൽ അത് വെറുതെ ഇരിക്കുകയാണ്, ആരും എടുക്കുന്നില്ല. കാരണം ഇതിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. കാരണം എല്ലാ ധാന്യങ്ങളും നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അതിൽ കൃത്യമായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു പ്രൊഡക്റ്റ്. അതിനെ കുറിച്ചൊക്കെ നോക്കൂ, വളരെ വലിയ പ്രസന്റേഷൻ നമ്മുടെ കമ്പനി തന്നെ തന്നിട്ടുണ്ട്. ബട്ട് ഹൂ ബോദേഴ്സ്? ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു അതിഥിയായിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് ലഡ്ഡും ജിലേബിയും വാങ്ങിച്ചു കൊണ്ടുകൊടുത്ത് അവരുടെ ആയുസ് നശിപ്പിക്കേണ്ട. പകരം ഒരു അമല കാൻഡി കൊണ്ടുകൊടുത്ത് അപ്പൊ തന്നെ പൊട്ടിച്ച് ഒരെണ്ണം കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോ അമ്മയ്ക്കോ തിന്നാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർ വെറുതെ കൊണ്ടുവയ്ക്കും, കഴിക്കില്ല. നെല്ലിക്ക സർവ്വരോഗ സംഹാരി, വൈറ്റമിൻ സി ടാബ്ലറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്നത് പഞ്ചസാരയല്ല. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, ഇതിലിപ്പോ പഞ്ചസാര, നിങ്ങൾ പഞ്ചസാര കഴിക്കരുത്. ഞാനേ പഞ്ചസാര കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, എന്റെ കമ്പനി പറഞ്ഞിട്ടില്ല. പക്ഷേ
നെല്ലിക്കയിൽ പഞ്ചസാര ചേർക്കുമ്പോൾ അത് കാര്യമായിട്ട് ദോഷമായിട്ട് വരില്ല. അതിന്റെ ആ ദോഷത്തെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ് എന്തിലുണ്ട്? നെല്ലിക്കയിലുണ്ട്. നല്ല ടേസ്റ്റിയാണ്, വിലക്കുറവാണ്. മറ്റുള്ള സാധനങ്ങളുമായി ഇങ്ങനെ നമ്മൾ ആർസ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്നിപ്പോ മഴക്കാലം വരാൻ പോവാണ്. മഴക്കാലം വരാൻ പോലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ വരുമ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ വന്ന കംപ്ലീറ്റ് ടോക്സിൻ ശരീരം പുറന്തള്ളും. പനിയും ചുമയും ജലദോഷവും കഫക്കെട്ടുമായിട്ട് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നെല്ലിക്കയുടെ സത്ത് ചേർത്ത സഫേദ് മുസ്ലി ചേർത്ത സഞ്ജീവനി പ്രാശം ഉണ്ട്. വി ആർ ലക്കി ഇനഫ്. ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ അത് കാണിക്കാനില്ല. പുതിയൊരു സഞ്ജീവനി പ്രാശം വന്നിട്ടുണ്ട്, ശവനപ്രാശം. ആബാലവൃദ്ധം ജനങ്ങൾക്കും ജലദോഷം മുതൽ ക്യാൻസർ വരെ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു ആയുർവേദ രസായന കൂട്ടാണ് ചവനപ്രാശം. സാധാരണ ചവനപ്രാശം ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ ഇതിന്റെ പ്രത്യേകത ശർക്കരയ്ക്ക് പുറമെ എന്തുണ്ട്? തേനും കൂടി ചേർത്തിട്ടുണ്ട്. തേനിന്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ഒറിജിനൽ തേനും ഉണ്ട്, അത് വേറെ. അപ്പൊ ഇത് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പ്രതിരോധ ശേഷി മാത്രമല്ല, ഹോർമോണൽ ഇംബാലൻസ്, PCOD ഉള്ള ലേഡീസ് കമ്പൾസറി കഴിച്ചിരിക്കണം. കുട്ടികളില്ലാത്ത ദമ്പതികൾ പുരുഷന്മാരും സ്ത്രീകളും കഴിച്ചിരിക്കണം. പിന്നെ കുട്ടികൾക്ക് വിശപ്പില്ലാത്ത ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. സഫേദ് മുസ്ലി നമ്മുടെ ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അങ്ങനെ കുറെ ചേരുവകളുണ്ട്. സോ ഇതിന് പുതിയ മോഡൽ വന്നിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഇപ്പൊ നിങ്ങളെ കാണിക്കാനില്ല. അടിപൊളി, ഇതിനേക്കാൾ ടേസ്റ്റ് ആണ്. ഓക്കെ. സോ നല്ല മല്ലി, മഞ്ഞള്, മുളക്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മായമാണ് ലെഡ്ക്രോമേറ്റ്. മഞ്ഞള് വെളുത്ത ചോളകം നന്നായി പൊടിച്ച് ലെഡ്ക്രോമേറ്റ് എന്ന രാസവസ്തു ചേർത്ത് അതിൽ മിക്സ് ചെയ്തിട്ടാണ് മഞ്ഞപ്പൊടി കിട്ടുന്നത്. പൊടി മഞ്ഞപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടിയല്ല. ഇവിടെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി. നമ്മൾക്കറിയാം, പാടത്തും പറമ്പിലും നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യാറുണ്ട്. പാടത്തെ മഞ്ഞളിനേക്കാൾ നല്ലതാണ് പറമ്പിലെ മഞ്ഞൾ. വൈ? ബിക്കോസ് അവിടെ ഈർപ്പം കുറവുള്ളതാണ്. കൊല്ലത്തിൽ ഒരിക്കൽ പോലും മഴ കിട്ടാത്ത രാജസ്ഥാനിലെ മണലാരണ്യത്തിലുണ്ടാക്കുന്ന മഞ്ഞളിന് ഔഷധ ഗുണം കൂടുതലായിരിക്കും. എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് നിങ്ങൾ കഴിച്ചോളൂ. പറ്റുമെങ്കിൽ അതിലൊരു നുള്ളു കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കഴിച്ചാൽ അന്നത്തെ ദിവസം നിങ്ങളുടെ ശരീരത്തിൽ ക്യാൻസറിന്റെ സെല്ലുകൾ പ്രവർത്തിക്കില്ല. അത്രയും നല്ലതാണ്. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ ഒരു സ്ക്രഞ്ച് കേസർ ഠണ്ടയുണ്ട്. ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്നു, കൺസൾട്ടേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ തൊണ്ടയ്ക്ക് വർക്ക് കൂടുതലാണ്. അപ്പൊ അതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് സ്ക്രഞ്ച് കേസർ ഠണ്ട. ഇപ്പൊ നമ്മുടെ കടകളിൽ കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. കുങ്കുമപ്പൂവിന് സത്ത് ചേർത്ത, കസ്കസ് ചേർത്ത ഒരു സവിശേഷ ആരോഗ്യ പാനീയം. കുറച്ച് വിലയുണ്ട്, കാരണം കുങ്കുമപ്പൂവിന് വിലയുണ്ട്. ഇത് ഒരു 2 ടീസ്പൂൺ എടുക്കുന്നു, നല്ല ചൂടുവെള്ളത്തിൽ ഒഴിക്കുന്നു, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു, ഒരു നുള്ളു കുരുമുളക് പൊടി ഇടുന്നു. അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നു. അത് റൈസ് ബ്രാനോല് കഴിച്ചു 1/2 മണിക്കൂറിന് ശേഷം തൊണ്ട സേഫ് ആയിരിക്കും. പനി, ചുമ, കഫക്കെട്ട്, ജലദോഷത്തിനൊക്കെ മാറ്റാൻ നല്ല. അപ്പൊ മഞ്ഞളിന് ഒരുപാട് ഗുണമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ ഈ ആർസിമിന്റെ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഉപയോഗിച്ചോളൂ. വിരശല്യം വരുന്ന കുട്ടികൾക്ക് ഒരാഴ്ച തുടർച്ചയായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന്റെ കൂടി ചേർത്ത് കഴിക്കാം. വണ്ടർഫുൾ റിസൾട്ടാണ്. നമ്മുടെ ഗ്രീൻ ടീ, സാധാരണ ഗ്രീൻ ടീക്ക് യാതൊരു ടേസ്റ്റും ഇല്ല. ഇത് ഗ്രീൻ ടീ ലീഫ് അല്ല, അതിന്റെ എക്സ്ട്രാക്ട് ആണ്. ചുക്ക്, കുരുമുളക് തുടങ്ങിയ ചേരുവകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ എക്സ്ട്രാക്ടിന്റെ കൂടെ ഒരൽപ്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിച്ചോളൂ. വെയിറ്റ് കുറയാനും മെന്റൽ അലേർട്ട്നെസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. സോ നമ്മുടെ നല്ല അടിപൊളി ഗ്രീൻ ടീ ഉണ്ട്. പലരും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ആദ്യമായിട്ട് ആർസിഎമ്മിന്റെ ഷോപ്പിൽ വന്നിട്ട് 10,000-2000 ഇവിടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ആദ്യം കാണുന്ന കുറച്ച് ഉൽപ്പന്നം വാങ്ങിക്കും. ആദ്യം ആര് പറഞ്ഞു കൊടുക്കുന്നു അത് ഉപയോഗിക്കും, അതിനപ്പുറം ഒന്നുമില്ല. അപ്പോ ഈ പറയുന്ന മഞ്ഞൾപ്പൊടി ഒരുപാട് ഗുണം ചെയ്യും. തൊണ്ടയ്ക്കൊക്കെ സാധാരണ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഞാനൊരു ചേരുവ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചേരുവ എത്രയേ ഉള്ളൂ? 1 ടീസ്പൂൺ ചായ് മസാല. ഉത്തരേന്ത്യയിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണ് ചായ് മസാല. നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയാം. ഒരു കടയിൽ ചെന്നിട്ട് ചായക്കടയിൽ ചെന്നിട്ട് ചായ വേണോ ചോദിച്ചാൽ അവര് സാധാരണ ചായ വേണോ, മസാല ചായ വേണോ എന്ന് പറയും. മസാല ചായയിലെ ചുക്ക്, കുരുമുളക്, തിപ്പലി, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, അങ്ങനെ കുറെ ചേരുവകളുണ്ട്. ഓരോന്നിനും ഓരോ കമ്പനിക്ക് ഓരോ തരത്തിലുള്ള. അപ്പൊ നമ്മളൊരു ചായ് മസാല ഇത് ചായയിലിട്ട് കുടിക്കാം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തൊണ്ടയ്ക്കുണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനും ഏറ്റവും നല്ല റിസൾട്ടാണ് ഇത്. എന്താ ചെയ്യേണ്ടത്? 1 ടീസ്പൂൺ ചായ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കുറച്ച് ജൈവ ശർക്കര, ഇത്ര സാധനങ്ങൾ, 1 നുള്ളു കായം. നമ്മുടെ ഒരു അടിപൊളി കായുണ്ട്, കായം, ഹിങ് എന്ന് പറയും, അസാഫോയിറ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സാധാരണ കായത്തിൽ മാർക്കറ്റിൽ കിട്ടുന്ന കായത്തിൽ 30% മൈദയാണ്. ഇത് പ്യുവർ ഒരു മരത്തിന്റെ കറയാണ് ഇത്. ഈ കായം 1 നുള്ളു ചേർത്തുള്ള വയറിലെ പ്രശ്നങ്ങൾ, തൊണ്ടയിലെ പ്രശ്നങ്ങൾ, ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ നല്ലത്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് പാറ്റൻസി എടുത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ പറഞ്ഞ 6 ചേരുവകൾ കൂടി ചേർത്ത് ഒരു പൊടി ഉണ്ടാക്കി വെച്ചു. എപ്പോഴും യാത്രയിലൊക്കെ സ്ഥിരമായിട്ട് കരുതാറുണ്ട്. കാരണം സ്ഥിരമായിട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തൊണ്ട പണി മുടക്കും. അപ്പൊ ഒരു അല്പം എടുത്ത് വായിലിട്ട് അലിച്ച് കഴിച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നല്ല മല്ലി, നല്ല മഞ്ഞള്, നല്ല മുളക്,
സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ മതി. മുളകിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മായമാണ് സുഡാൻ. ആദ്യകാലങ്ങളിൽ ഓട് പൊടിച്ചു ചേർത്തിരുന്നു. ഓടിന്റെ ലഭ്യത കുറഞ്ഞപ്പോൾ നിലം മിനുക്കാൻ ഉപയോഗിക്കുന്ന റെഡ് ഓക്സൈഡ് ആയി. ഇപ്പൊ റെഡ് ഓക്സൈഡിനേക്കാൾ വില കുറവിൽ സുഡാൻ കിട്ടി തുടങ്ങിയപ്പോൾ ഇപ്പൊ മുളകിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മായമാണ് സുഡാൻ. സുഡാൻ ഉള്ളിൽ ചെന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല. കൊളോണൽ ക്യാൻസർ ഗ്യാരണ്ടീഡാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പൊതുവെ കണ്ടുവരുന്നത് കൊളോണൽ ക്യാൻസർ, കുടൽജന്യമായ ക്യാൻസർ. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മുളക് പൊടി. എന്തുകൊണ്ട് ഇതിൽ മായമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്ട് മാർക്കറ്റിംഗ്. ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടും. ഓക്കെ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള മല്ലി. മല്ലിയുടെ ഗുണം അറിയാം, ദഹനവ്യൂഹത്തെ തണുപ്പിക്കുന്നതാണ് മല്ലി. പക്ഷെ നമ്മുടെ മല്ലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തണുപ്പിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വായ്പുണ്ണ് വരുന്ന സമയത്ത് ഒരു സ്പൂൺ മല്ലിപ്പൊടി വായിലിട്ടിട്ട് നന്നായിട്ട് ചവച്ച് ചവച്ച് 5 മിനിറ്റ് സമയം എടുത്തിട്ട് അങ്ങനെ ഇറക്കുക. ഗർഭകാല ഛർദ്ദിക്ക് ഇതിലും നല്ലൊരു സാധനം വേറെ ഇല്ല. ഓഫ്കോഴ്സ് നമ്മുടെ വെജൊമേഗ നല്ലതാണ്, കുമ്പളത്തിന്റെ ഇല കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ മല്ലിപ്പൊടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോ വയറിലെ പ്രശ്നങ്ങള്, വായ്പുണ്ണ് ഒക്കെ മാറ്റാൻ നല്ലത്, ദഹനവ്യൂഹത്തെ തണുപ്പിക്കും. നമുക്കറിയാം, ചിക്കൻ ബോക്സ് വന്ന സമയത്ത് നമ്മൾ മല്ലിയിട്ട് വെള്ളത്തിലാണ്, മല്ലിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കുളിക്കുക. കണ്ണിൽ ചെങ്കണ്ണ് വന്നാൽ കണ്ണ് കഴുകുന്നതും ഇതിൽ തന്നെയാണ്, അല്ലെ? അപ്പൊ മല്ലി, നല്ല മഞ്ഞള്, നല്ല മുളക്, നല്ല ചായ. രാവിലെ എനിക്ക് ഒരു നല്ല ചായ കുടിച്ചു. നമുക്ക് 2 തരത്തിലെ ചായ ഉണ്ട്. ഇലത്തേയിലയുണ്ട്, CTC പൊടിത്തേയിലയുണ്ട്. ഇലത്തേയിലയ്ക്ക് നല്ല ടേസ്റ്റ്, പച്ച തേയിലയ്ക്ക്, പൊടിത്തേയിലയ്ക്ക് നല്ല കടുപ്പം. രണ്ടിനുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇത് ആസാം തേയിലയാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല തേയിലയാണ് ആസാം തേയില. ആസാമിന്റെ പ്രത്യേകത എന്താ? ഒരേ ദിവസം 3 കാലാവസ്ഥ. അതിരാവിലെ നല്ല മഞ്ഞ്, ഉച്ചയ്ക്ക് നല്ല വെയില്, വൈകിട്ട് നല്ല ഇടിമഴ. 3 വ്യത്യസ്ത കാലാവസ്ഥകൾ ഫേസ് ചെയ്യുന്ന ആസാമിലെ തേയില ആണ് നമ്മുടെ തേയില. ഇതിന്റെ പ്രോസസ്സിങ്ങും പാക്കിങ്ങും ഒക്കെ നമ്മൾ രാജസ്ഥാനിലെ ബിൽവാരയിൽ നമ്മുടെ ഈ കമ്പനി കാണാൻ പോയാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. 9 തവണ ഞാൻ കണ്ടു ബോധ്യപ്പെട്ട ആളാണ്. ഒരു ചായയുടെ ഗുണം മനസ്സിലാക്കാൻ ഒരു സിനിമാ താരം നമുക്ക് പരസ്യത്തിൽ വന്ന് പറയേണ്ട ചായ നല്ലതാണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുടിച്ചു നോക്കിയാൽ മതി. നല്ല ചായ. വേറെ ഏതെങ്കിലും കടയിൽ പോയി പലപ്പോഴും യാത്രക്കിടയിൽ ചായ കുടിക്കാറുണ്ട്. ചായ കുടിച്ച് ഞാൻ സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട്, ഛേ. അപ്പൊ ഈ വാക്ക് പറയാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു ചായപ്പൊടി ഉപയോഗിച്ചാൽ മതി. ഇത് CTC തേയിലയാണ്. വേറെ നമുക്ക് ഡസ്റ്റും ഉണ്ട്. ഇത് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. പച്ച കളറുള്ള പാക്കറ്റുള്ള തേയില വെള്ളം തിളച്ചതിന് ശേഷം വെള്ളത്തിൽ തിളപ്പിച്ചാണ്. അപ്പൊ നല്ല മല്ലി, നല്ല മഞ്ഞള്, നല്ല മുളക്, നല്ല ചായ. പിന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ കണ്ടുവരുന്ന പ്രശ്നമാണ് ഉപ്പൂറ്റി വിണ്ടു കയറുന്ന ഒരവസ്ഥ. അതിന് മെയിനായിട്ടുള്ള കാരണം ഒന്ന് ശരീരത്തില് വെള്ളം കുറവ്, രണ്ടാമത്തെ കാരണം അവരുടെ ശരീരത്തിൽ ഷോർട്ടേജ് ഓഫ് ഹീറ്റിംഗ്. ഓക്കെ, ഈ 2 കാരണങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. പല പോഷകങ്ങളെയും കുറവുകൊണ്ട് അത് ഉണ്ടാവും. അതിനെ പരിഹരിക്കാൻ വളരെ സിമ്പിളായിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ കാല് നന്നായിട്ട് കഴുകുക. പിന്നെ നമ്മുടെ റൈസ് പാനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് അവിടുത്തെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കുക. ഒരു 10-15 മിനിറ്റ് തുടച്ച് കളഞ്ഞിട്ട് ഫുഡ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക. ഫുഡ് ക്രീം ഇതൊന്ന് ശരിക്കും ഒന്ന് അപ്ലൈ ചെയ്ത് രാവിലെയും വൈകിട്ടും കംഫർട്ടബിൾ ആയ സമയത്ത് ഒന്ന് അപ്ലൈ ചെയ്തോളൂ. ഒരാഴ്ച കൊണ്ടുള്ള വ്യത്യാസം. ഉപ്പൂറ്റി വിണ്ടുകീറൽ മാത്രമല്ല, ഉപ്പൂറ്റി വേദന മാറ്റാനും ഇത് നല്ലതാണ്. ചെറുതായിട്ട് ഗ്യാസ് ഒക്കെ വരുന്ന സമയത്ത്, ചെറിയ ഗ്യാസിന്റെ പ്രശ്നം വരുന്ന സമയത്ത് ആജ്മ ഗോലി നമ്മുടെ കയ്യിലുണ്ട്. പുതിന, പച്ചമാങ്ങ, അങ്ങനെ കുറെ ചേരുവകളുണ്ട്, ആയുർവേദ ചേരുവകൾ. ഇതൊക്കെ നമ്മുടെ ഒരുപാട് ഡിസ്ക്രിപ്ഷനുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മെസ്സേജുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരാറുണ്ട്. അപ്പൊ ഇത് ആജ്മ ഗോലി. അതില് ചെറിയ തരത്തിലുള്ള വയറിന് കംപ്ലൈന്റ് വരുമ്പോൾ ഒരെണ്ണം വായിലിട്ട് പതുക്കെ പതുക്കെ അലിയിച്ച് ഇറക്കുക. 2-3 കഴിച്ചോളൂ. അപ്പൊ വയറിലെ ചെറിയ കംപ്ലൈന്റുകളൊക്കെ മാറ്റാൻ നല്ലത്. ധാരാളം ആളുകൾക്കുണ്ട് വിശപ്പ് തീരെയില്ല, ദാഹം തീരെയില്ല, വയറിങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ അതിന് ഫ്ലാറ്റുലൻസ് എന്ന് പറയും. വിശപ്പും ദാഹവും ഇല്ലാത്ത അവസ്ഥ. അതിനെ പരിഹരിക്കാൻ നമ്മൾ അഗ്നി സന്ദീപൻ ചൂർണ്ണുണ്ട്. നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്. അഗ്നിയുടെ പേരാണ് ജഡരാഗ്നി. ജഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന്റെ ഉള്ള അഗ്നി. അത് ബേസിക്കലി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ സഹായിക്കുന്നതാണ് അഗ്നി സന്ദീപൻ ചൂർണ്ണം. എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കുന്ന അരമണിക്കൂർ മുമ്പ് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ മിക്സ് ചെയ്ത് കഴിച്ചോളൂ. കുട്ടികളാണെങ്കിൽ 1/2 സ്പൂൺ കൊടുത്താൽ മതി. ഒരു ദോഷവും ഇല്ല. ഈ ഡബ്ബ തീരുമ്പോഴേക്കും നിങ്ങളെ വിശപ്പ് ഓക്കെയോ. കാരണം വിശപ്പ് ഓക്കെ ആവാൻ എന്താ വേണ്ടത്? അവിടെ ലിവറിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കണം. അപ്പോൾ അഗ്നി സന്ദീപൻ ചൂർണ്ണം. ഹീമോഗ്ലോബിൻ വളരെ കുറവുള്ള കേസുകളിൽ, അതുപോലെ നമ്മുടെ കാട്ടുമാതളത്തിന്റെ സത്ത് ചേർത്ത അനാർദാനാഗോലി. അനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയാണ്. മാതള നാരങ്ങയുടെ സത്ത് എടുത്ത ഗുളിക രൂപത്തിലെ മിഠായി ഇത് വായിൽ അലിയിച്ച് കഴിക്കാം. അത് HB ലെവൽ വളരെ പെട്ടെന്ന് കൂടാനും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വെള്ളപോക്ക് എന്ന് പറയുന്ന അസുഖത്തിനെ കുറയ്ക്കാനും അതുപോലെ മൂലക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അനാർദാനാഗോലി ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. 10-15ഓളം ചേരുവകളിൽ ചേർത്തിട്ടുണ്ട്. 70ഓളം പീസുകളുണ്ട്. വളരെ നിസ്സാര വിലയെ വരുന്നുള്ളൂ. എനിക്കറിയാം, ഒരു 18 വർഷമായിട്ട്, പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല, ഒരു ലേഡി 18 വർഷമായിട്ട് മൂലക്കുരു അതുമായിട്ട് കുറെ ട്രീറ്റ്മെന്റ് അല്ലറ ചിലരൊക്കെ ചെയ്ത് മാറാത്ത ഒരു സാഹചര്യത്തിൽ വളരെ യാദൃശ്യമായിട്ട് വഴിയിൽ പരിചയപ്പെട്ടവർക്ക് ഞാനിത് സജസ്റ്റ് ചെയ്തു. 3 മാസം കൊണ്ട് അവരുടെ
വേറെ ഒന്നും ചെയ്തില്ല. 2 നേരം വെള്ളത്തിലിരുന്നു, വെള്ളം നന്നായിട്ട് കുടിച്ചു, നോൺ വെജ് ഒക്കെ ഒന്ന് കുറച്ചു, ഇത് മാത്രം കഴിച്ചു. തവണേണ്ട കാര്യം ഒന്നും പറയാൻ പറ്റില്ല, അവർ വാങ്ങിച്ചില്ല. ഇതുകൊണ്ട് മാത്രം മൂലക്കുരു. ചെറിയ കാര്യങ്ങളാണ് വലിയ റിസൾട്ട് തരിക. നമ്മുടെയൊക്കെ ധാരണ വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലാ വലിയ റിസൾട്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതാ നമ്മുടെ കയ്യിൽ ഒരു വാഷിംഗ് പൗഡർ ഉണ്ട്. ഒന്നല്ല, 3 ടൈപ്പ് വാഷിംഗ് പൗഡർ ഉണ്ട്. ഈ വാഷിംഗ് പൗഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ബയോഡിഗ്രേഡബിൾ ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, എൻസൈം ബേസ്ഡ് ആണ്. ഇത് സാധാരണ വാഷിംഗ് പൗഡർ സമാന ഗുണം നൽകുന്ന വാഷിംഗ് പൗഡറിന് അര കിലോയ്ക്ക് 125 രൂപ വില വരുമ്പോൾ ഇതിന് 80 വരുന്നുള്ളൂ. 45 രൂപ വിലക്കുറവുണ്ട്. ഒപ്പം ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെടി വെള്ളം ഇത് കഴുകി ബാക്കി വരുന്ന വെള്ളം ഒരു ചെടിയുടെ കടക്കലേക്ക് ഒഴിച്ചാൽ ചെടി തഴച്ചു വളരും. കഴിഞ്ഞ ദിവസം 3 ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് വിട്ടു. ഹരിത സഞ്ജീവനി കാറ്റഗറിയിലേക്ക് മിക്കവാറും ഇത് നമ്മുടെ ലിക്വിഡ് ഡിറ്റർജന്റും അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയില്ലെന്ന്. കാരണം ഇത് കഴുകി വെള്ളം ഒഴിച്ചിട്ട് ഒരു ചേന 7 അടി ഉയരം, ആലോചിച്ച് നോക്കുക. 7 അടി ഉയരത്തിൽ ചേന, ഇത് വളർച്ച ഒന്നും ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രമാത്രം ബെനിഫിറ്റ് ഉള്ള ഒരു വാഷിംഗ് പൗഡർ. അപ്പോ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് എല്ലാറ്റിനും ഓരോ സവിശേഷതയുണ്ട്. ഞാൻ കായത്തിന്റെ കാര്യം പറഞ്ഞു. എന്തെങ്കിലും വയറിന് കംപ്ലൈന്റ് വരുന്ന കായം നമ്മൾ കറിയിലിടുന്നു, അത് ഉപയോഗിച്ചുള്ള പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള വയറുവേദനയോ കാര്യങ്ങളോ വരുമ്പോൾ, മറ്റൊന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക, ഒരു നുള്ളു കായം മിക്സ് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കുക. വയറുവേദന അതോടുകൂടി ഗായം. അപ്പോ മല്ലി, മഞ്ഞള്, മുളക്, യെസ്, നമ്മളതിൽ ഗുഡ് ഡോട്ട് സീരീസിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നോൺ വെജിന്റെ പകരക്കാരനായ വെജിറ്റേറിയൻ ബൈറ്റ്സ്. വെജിറ്റേറിയൻ ബൈറ്റ്സ് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തികൾ കൂടുതൽ ഭക്ഷണം ഇത് ഉപയോഗിച്ച് കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം അവിടെ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് എവിടെ ചെന്നാലും ഇതിന്റെ ഒരു കറിയും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരും, പ്രോട്ടീൻസിന്റെ കറിയും കിട്ടും. അപ്പോ നമ്മൾ സാധാരണ എന്തിനാ നോൺ വെജ് കഴിക്കുന്നത്? ടേസ്റ്റിന് വേണ്ടി. ഒരു ഡോക്ടർ നമ്മൾ നോൺ വെജ് എന്തിനാ കഴിക്കാൻ പറയുന്നത്? ഡോക്ടർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ശരീരത്തിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി. അപ്പൊ ടേസ്റ്റിന് വേണ്ടി നമ്മൾ കഴിക്കുന്നു, പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഡോക്ടർ നമ്മളോട് കഴിക്കാൻ പറയുന്നു. കൂടെ ഒരു ബോണസ് കിട്ടുക. ബോണസിന്റെ പേരാണ് കൊളസ്ട്രോൾ. എല്ലാ ജന്തുജന്യ വിഭവങ്ങളും കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഒരു സസ്യജന്യ വിഭവവും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. വെളിച്ചെണ്ണ ഒരിക്കലും കൊളസ്ട്രോൾ ഉണ്ടാക്കില്ല. പക്ഷെ ആ വെളിച്ചെണ്ണ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിച്ചാൽ ഒരു പക്ഷേ കൊളസ്ട്രോൾ ഉണ്ടാവാം. പിന്നെ ഒരു ബോണസ് കൂടി കിട്ടും. എന്താ ബോണസ്? നാലാമത്തെ എന്താണ്? അത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഹോർമോണൽ ഇംബാലൻസ് കാരണം കഴിക്കുന്ന ഭക്ഷണം അത്തരത്തിലുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ജന്തുജന്യ വിഭവങ്ങളൊക്കെ പലപ്പോഴും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പയറുവർഗ്ഗങ്ങളിൽ നിന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഒരു കിലോ ബീഫിന് 1,500 രൂപ വില വരുമ്പോൾ ഇവിടെ 150 രൂപയ്ക്ക് RCMൽ മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടും. 4 പേർക്ക് വയറ് നിറച്ച് കംഫർട്ടബിൾ ആയിട്ട് കറിയായിട്ട് കഴിക്കാം. സോ ടേസ്റ്റി, സോ ന്യൂട്രീഷ്യസ്. നമ്മുടെ ബോഡിക്ക് വേണ്ട കംപ്ലീറ്റ് വൈറ്റമിൻസും മിനറൽസും അത്യാവശ്യം എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം പുറത്തുള്ള ആളുകൾക്ക് ഇല്ലേ, നമുക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് വി ആർ ലക്കി ഇനഫ്. ഗുഡ് ഡോട്ടിന്റെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇതിന്റെ കറിയൊക്കെ വെച്ചിട്ട് ആ കറി ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മറ്റുള്ളവർക്കൊന്നും കിട്ടാനുള്ള ഭാഗ്യമില്ലല്ലോ. ആ ഭാഗ്യം നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. സോ വെജിറ്റേറിയൻ ബൈറ്റ്സ് സൂപ്പർ. എന്താ, ഞാൻ ആൾമോസ്റ്റ് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഇതിന്റെ ഒരു കറി പോകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ ഉപയോഗിക്കാറുണ്ട്. ഇന്നലെ 2 തവണ ഉപയോഗിച്ചു. ഓക്കെ. ദെൻ പ്രോട്ടീസ്, ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബെനിഫിറ്റ് മീൻസ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ബേസിക് കണ്ടന്റ് സോയയാണ്. പക്ഷെ സാധാരണ നമ്മൾ കിട്ടുന്ന സോയ ചങ്ക അല്ല, ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്. നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് പ്രോട്ടീൻ റിക്വയർമെന്റ് എല്ലാം ഫുൾഫിൽ ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നെ അതോടൊപ്പം വരുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഗുഡ് സിപ്പ്. വളരെ ഒരു കുഞ്ഞൻ പ്രൊഡക്റ്റ്, പക്ഷെ ഭയങ്കര റിസൾട്ടാണ്. ബേസിക് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. ജനറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഗുഡ് സിപ്പ്. അതില് ഒരു പ്രത്യേകത, ഇത് പ്രതിരോധ ശേഷി കൂട്ടുന്ന മാത്രമല്ല, ശരിക്കും വെയിറ്റ് കുറയും. ഒരു ലേഡി 12 കിലോ വെയിറ്റ് കൂടുതലാണ്. അവർക്ക് എത്രയാണോ വെയിറ്റ് വേണ്ടത് അതിനേക്കാൾ 12 കിലോ കൂടുതലാണ്. അവര് ഫിനാൻഷ്യലി വളരെ പോറാണ്. അപ്പൊ ന്യൂട്രിചാർട്ട് SNF ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളിത് റെഗുലർ ആയിട്ട് കഴിക്കുക. കൃത്യം 3 മാസം ഡെയിലി രാവിലെ ഒന്നും വെച്ച് കഴിച്ചു. 3 മാസം കൊണ്ട് 6.5 കിലോ തൂക്കം പറഞ്ഞു. എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, ഭക്ഷണ ക്രമീകരണം ഫോളോ ചെയ്യാൻ പറഞ്ഞു. അത് പറ്റുന്ന നമ്മുടെ ഗുഡ് സിപ്പ്. വയറിന് കുറച്ച് കടുത്ത കംപ്ലൈന്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജൽജീരം ഉപയോഗിക്കാം. പുതിന, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്, കാരിപ്പ്, അരിമോദകം തുടങ്ങി കുറെ ചേരുവകൾ ചേർത്ത് ഇത് മോരിൽ ചേർത്ത് കഴിക്കാം, സലാഡിൽ ചേർത്ത് കഴിക്കാം. ഇനി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം. ഒരു ഹെവി ഫുഡ് കഴിച്ച് വയറിങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുമ്പോൾ ഇത് കഴിച്ചാൽ ഇൻസ്റ്റന്റ് റിസൾട്ട്. ഇതും വെയിറ്റ് കുറയാൻ നല്ലതാണ്. ഇഞ്ചി എവിടെയൊക്കെ വരുന്നുണ്ട്, ചുക്ക് എവിടെയൊക്കെ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് കഴിക്കുന്നത്, അതൊക്കെ വെയിറ്റ് കുറയാൻ സഹായിക്കും. സോ ജൽജീര എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നമ്മൾ മാർക്കറ്റിൽ പേര് കേട്ട ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല.
ഇതിന്റെ പേര് ഫ്രഷ് ആൻഡ് ഷൈൻ എന്നാണ്. ആ പേര് കേട്ട ആ പ്രൊഡക്റ്റ് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖം പെട്ടെന്ന് നിറം വയ്ക്കും. നിറം വയ്ക്കാനുള്ള കാരണം അതിൽ മെർക്കുറി ഉണ്ട്. മെർക്കുറി എന്താ ചെയ്യുന്ന, സ്കിന്നിനെ വളരെ പെട്ടെന്ന് ബ്ലീച്ച് ചെയ്യും. ബട്ട് ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ്. അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിൽ വരും. അതിൽ മെർക്കുറി അല്ല, ഗ്രേപ്പ് സീഡ് ഓയിലാണുള്ളത്. അതായത് മുന്തിരിയുടെ കുരുന്ന് എടുക്കുന്ന എണ്ണ, ഗ്രേപ്പ് സീഡ് ഓയിൽ, ഫ്രഷ് ആൻഡ് ഷൈൻ, നല്ല പ്രൊഡക്റ്റ് ആണ്. പക്ഷെ കുടത്തിൽ വെച്ച് വിളക്ക് പോലെ ഈ സാധനങ്ങളൊക്കെ മിക്കവാറും കടകളിൽ വളരെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള, ഞാൻ കീസോളിന്റെ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, അത് പറയാൻ ഇഷ്ടംപോലെ ട്രെയിനേഴ്സ് ഉണ്ട്. ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫ്രഷ് ആൻഡ് ഷൈൻ എന്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആവാറുണ്ട്. മുഖം ഒന്ന് രാവിലെയും വൈകുന്നേരമൊക്കെ മുഖം കഴുകുന്ന സമയത്ത് നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ടീ ട്രീ ഓയിൽ ഉണ്ട്. ഫേസ് വാഷിന്റെ പർപ്പസ് നമുക്ക് എല്ലാവർക്കും മുഖം ഒന്ന് ക്ലീൻ ചെയ്യും, അത് രോമകൂപങ്ങളിൽ അഴുക്കളെല്ലാം പുറത്തേക്ക് എടുത്ത് കളയും. ഒരു ക്ലെൻസിങ് ഉണ്ടായിരിക്കും, ഒരു ഗ്ലേസിങ് ഉണ്ടായിരിക്കും. അതിന് പുറമെ സൈനസൈറ്റിസിന് ഇത് ഏറ്റവും നല്ലതാണ്. അതിന് വേറെ ഒന്നും ചെയ്യണം, എന്തുകൊണ്ട് മുഖം കഴുകിയാൽ മതി. കാരണം സൈനസൈറ്റിസ് തലയോട്ടിലെ അറകളിൽ കഫം കെട്ടിക്കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മൂടി കെട്ടിയിട്ട് തലവേദനയാണ് സൈനസൈറ്റിസ്. അപ്പൊ അതിന് വരെ ഇത് ഗുണം ചെയ്യുന്നതാണ്. പിന്നെ ഇന്റിമേറ്റ് വാഷ് നമുക്കറിയാം, ചൊറിച്ചില് എല്ലാവർക്കും ഉണ്ട്. ചൂടുകാലമാണെങ്കിൽ പറയേണ്ട, എല്ലാ കാലത്തും ചൊറിച്ചിലുണ്ട്. അപ്പോ ഇന്റിമേറ്റ് വാഷ് സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കുണ്ട്. ഇത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ലോട്ടസ് എക്സ്ട്രാക്ട് ആണ്. ലോട്ടസ് എക്സ്ട്രാക്ടിന്, അതായത് താമരപ്പൂവിൽ നിന്ന് എടുക്കുന്ന ഒരു സത്തിന് പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് ആന്റി ക്യാൻസറസ്. ക്യാൻസറിനെ വരെ പ്രിവെന്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഇത് 2-3 തുള്ളി കയ്യിലെടുത്ത് കുളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രത്യേകിച്ച് പ്രൈവറ്റ് ഏരിയയിലൊക്കെ നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക, കക്ഷത്തിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാധാരണ പോലെ കഴുകിക്കളയാം. ഈ അവിടെ ആ ഭാഗത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ ഒക്കെ പോവും. മാത്രമല്ല വിയർപ്പിന്റെ ദുർഗന്ധമുള്ള ആളുകൾ, ചില ആളുകൾ ഭയങ്കരമായിട്ട് വിയർപ്പ് നാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ കുളിക്കുന്ന സമയത്ത് 2 തുള്ളി ഒഴിച്ച് കുളിക്കാൻ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ്, അതാണ് താമരപ്പൂവിന്റെ ഗന്ധം. സോ രാവിലെ ഒന്ന് ഫ്രഷ് ആവാൻ പല്ല് തേച്ച് മുഖം കഴുകിയതിന് ഷേവ് ഒക്കെ ചെയ്തിട്ട് ആഫ്റ്റർ ഷേവ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. മുഖത്തിന്റെ നാച്ചുറൽ ആയിട്ട് ഒരു ക്ലെൻസിങ്ങിന് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഗ്ലോ. അത് നല്ല സുഗന്ധമുണ്ട്. നമ്മുടെ കീസോൾ കാറ്റഗറിയിൽ ഇതിന് പല പർപ്പസും കാര്യങ്ങളും എനിക്കൊന്നും കിടക്കുന്നില്ല. ചെറിയ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം, ചെറിയ രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശരീരത്തിലെ പാടുകളൊക്കെ പോകാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് നമ്മുടെ മൾട്ടി പർപ്പസ് ക്രീം. അതിന്റെ മെയിൻ കണ്ടന്റ് എന്താണ്? കറ്റാർവാഴയാണ്. വർഷങ്ങൾക്ക് മുൻപുണ്ടായ പൊള്ളലിന്റെ പാടുകൾ വരെ ഇത് ഉപയോഗിച്ചിട്ട് മാറിയ അനുഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴത്തെ അല്ല. ധാരാളം സ്ത്രീകൾക്ക് ഈ പ്രസവം കഴിയുമ്പോൾ വയറിലൊക്കെ വരഞ്ഞു പൊട്ടിയ സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, അതൊക്കെ പോകാൻ നല്ലതാണ്. നമ്മുടെ റൈസ് ബ്രാൻ ഓയിലും നല്ലതാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ സാനിറ്ററി പാഡ്, ധാരാളം സാനിറ്ററി പാഡുകൾ, 4-5 തരത്തിലുള്ള സാനിറ്ററി പാഡുകൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ എല്ലാ സാനിറ്ററി പാഡിന്റെയും പുറമേ നിന്ന് കിട്ടുന്ന സാനിറ്ററി പാഡിന്റെ ഭൂരിപക്ഷവും പുറമെ ഔട്ടർ ലെയറിൽ പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള സാനിറ്ററി പാഡ് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സമയത്ത്, ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ സ്ഥലത്താണ് ഉപയോഗിക്കേണ്ടത്. 8-10 മണിക്കൂർ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ചൂടും പ്ലാസ്റ്റിക്കും തമ്മിൽ പ്രതിപ്രവർത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഡയോക്സിൻ എന്ന് പറഞ്ഞ കെമിക്കൽ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ വരാനുള്ള പല കാരണങ്ങളിലും ഒന്നാണ്. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ സാനിറ്ററി പാഡുകൾ, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ റെസ്പോൺസിബിലിറ്റിക്കാണ് കമ്പനി നമുക്ക് കുറച്ച് വരുമാനമൊക്കെ തരുന്നത്. സോ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡു ഇറ്റ്. അപ്പോൾ സാനിറ്ററി പാഡുകൾ, നല്ല ഗ്രേഡ് 1 കാറ്റഗറിയിലുള്ള 14ഓളം സോപ്പുകൾ. സാധാരണ ഒരു സോപ്പിന്റെ ഗുണം നിർണ്ണയിക്കുന്നതിലുള്ള TFM ആണ്. പല ആളുകളും പറയും മണം നോക്കിയിട്ടാണ് സോപ്പ് വാങ്ങിക്കുക, പദം നോക്കിയിട്ട്. മണം കൂട്ടാൻ വേണ്ടി ഏതെങ്കിലും അരോമാറ്റിക് കോമ്പൗണ്ടിന്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. പത കൂട്ടാൻ വേണ്ടി സോഡിയം ലോറൽ സൾഫേറ്റ് കൂട്ടിയാൽ മതി. ഇതൊന്നും ഇല്ലാതെ TFM 76% കൂടിയ സോപ്പുകൾ, പലതരത്തിലുള്ള സോപ്പുകളുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാം, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത്യാവശ്യം എവിടെയെങ്കിലും ഒരു വേദന വരും, തലവേദന വരുന്നു, കഴുത്ത് വേദന, പുറമേനൊക്കെ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പെയിൻ ഗോ ഉപയോഗിക്കാം. ആ പെയിൻ ഗോയുടെ കൂടെ നമ്മൾ റൈസ് ബ്രാൻ ഓയിലും കൂടി അപ്ലൈ ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. നടുവേദനയൊക്കെ വരുമ്പോൾ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലും പെയിൻ ഗോയും കൂടി മിക്സ് ചെയ്ത് കമിഴ്ന്ന് കിടന്ന് നട്ടന്റെ മേലെ ഭംഗിയായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. ദെൻ നമ്മുടെ ഒരു 6-7 തരത്തിലുള്ള പയറുവർഗ്ഗങ്ങളുണ്ട്. കടല, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അതില് ഓരോ പയറുവർഗ്ഗങ്ങൾക്കും നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതാണ് പയറുവർഗ്ഗങ്ങൾ. പലരും പറയാറുണ്ട് ഇതിന് വില കൂടുതലാണ്. വില കൂടുതലാണെന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നല്ല, ഇത് കംപ്ലീറ്റ് മോയ്സ്ചർ റിമൂവ് ചെയ്തിട്ടാണ് അത് പാക്ക് ചെയ്യുന്നത്. മോയ്സ്ചർ എന്ന് വെച്ചാൽ ഈർപ്പം കംപ്ലീറ്റ് മാറ്റിയിട്ട്, അതായത് പുറമേ കടയിൽ നിന്ന് ഒരു 1 കിലോ കടല വാങ്ങിക്കുന്നതിന് പകരം ഇതൊരു 800 ഗ്രാം മതി. അതേ പർപ്പസ് നടക്കും. പിന്നെ നല്ല ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റി. നമ്മളിലൊരു റോസ് കളറുള്ള മസൂർ മലക്കയുണ്ട്, മസൂർ ദാൽ. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള
വണ്ടർഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഷുഗർ പേഷ്യൻസ് റെഗുലർലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മസൂർ മൽക്ക. റോസ് കളർ അത് നമ്മൾ കുക്കറിലൊക്കെ അത് അടിക്കുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. അത്രയും പെട്ടെന്ന് വേവും, വെരി ടേസ്റ്റി. ആളുകൾക്ക് ഇതൊന്നും അറിയാം. നമ്മുടെ സാമ്പാർ പരിപ്പിനേക്കാൾ വിലയും കുറവാണ്, അതിനേക്കാൾ ഗുണമുണ്ട്. കുറച്ച് ഉപയോഗിച്ചാൽ മതി. ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് അറിയില്ല. അത് പലതരത്തിലുള്ള പഞ്ചവർഗ്ഗങ്ങൾ നമ്മൾ കടലൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ കൂടെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒന്നാണ് കറി പേസ്റ്റ്. ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണെന്ന് അറിയോ? ഓരോന്നും ഓരോ മാസ്റ്റർ പീസുകളാണ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ കറി വെച്ചപ്പോ, കടലക്കറി വെച്ചപ്പോ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഗതി? അപ്പൊ വൈഫ് പറഞ്ഞത് ഈ സാധനം ചേർത്തിട്ടാണ്. നമുക്ക് നിലത്ത് നിൽക്കാൻ പറ്റില്ല അല്ലെ, അത്രയും ടേസ്റ്റിയാണ്. നമ്മുടെ ഇതിലൊരു നൂഡിൽസ് ഉണ്ട്. ഞാനിതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു. കുറെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. മലബന്ധമുള്ള ആളുകളോട് പറയും 10 ദിവസം തുടർച്ചയായിട്ട് രാത്രി നൂഡിൽസ് മാത്രം കഴിക്കുക. പച്ചക്കറി പച്ചയായിട്ട് കഴിക്കാൻ പറഞ്ഞാൽ ഒരെണ്ണം കഴിക്കില്ല. ഇത് കഴിക്കാൻ പറഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ചു മോശമാണ്, അടിപൊളി. നൂഡിൽസ്, സാധാരണ നൂഡിൽസ് മൈദയാണ് മെയിൻ കണ്ടന്റ്. നമ്മളിൽ ഇതിലില്ലാത്ത ചേരുവകളില്ല. 2 പാക്കറ്റ് ഒരു ദിവസം ഒരു കുട്ടി കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ബോഡിക്ക് വേണ്ട കംപ്ലീറ്റ് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും ഫൈബറും എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അത്തരത്തിലെ നൂഡിൽസ് വെരി ടേസ്റ്റി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ആരും അത് നിർത്തി വെച്ചിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കിന്നിൽ എന്ത് പ്രശ്നത്തിനും, ശരീരത്തിൽ എവിടെയെങ്കിലും ഉളുക്കുകളൊക്കെ നമ്മുടെ ഒരു മുരിങ്ങ ബോഡി ലോഷനുണ്ട്. അത് ജനറൽ ആയിട്ട് ഒരു ബോഡി ലോഷനായിട്ട് ഉപയോഗിക്കാം. ചൊറിച്ചിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചുണങ്ങ് പോകാൻ വളരെ നല്ലതാണ്. എവിടെയെങ്കിലും ഉളുക്കുണ്ടായി എന്ന് കരുതുക, നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് മൈൽഡ് ആയിട്ട് ഒന്ന് മസാജ് ചെയ്തോളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. ഉളുക്കിന് നല്ലത്, സ്പ്രെയിന് നല്ലത് മസൂർ മൽക്ക. പിന്നെ ചെറിയ തരത്തിലുള്ള വയറിലെ കംപ്ലൈന്റ് വരുന്നത് ഇത് അലവേര ജ്യൂസാണ്. അലവേരയുണ്ട്, പ്ലസ് ആംല നെല്ലിക്കയുണ്ട്, പിന്നെ സീബക്തോൺ കൽക്കനി എന്നൊക്കെ പറയും. ഈ 3 ചേരുവകൾ ചേർത്തുണ്ടാക്കിയത് അൾസർ, പ്രത്യേകിച്ച് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന എന്ത് തകരാറിനും ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ അൾസർ, അൾസറേറ്റീവ് കൊളിറ്റിസ്, മൂലക്കുരു, ഫിസ്റ്റുല, ഹെർണിയ, അതായത് ഉംബിലിക്കൽ ഹെർണിയ, ഇൻജുനൽ ഹെർണിയ, അങ്ങനെ ഹെർണിയക്കൊക്കെ ഇത് വളരെ നല്ലത്. എന്താ ചെയ്യേണ്ടത്? 30 ml ഇതിന്റെ മേലെ ഒരു അടപ്പുണ്ട്. ഇതിൽ 30 ml എടുക്കുക, നന്നായിട്ട് കുലുക്കിയിട്ട് എടുക്കുക. തുല്യ അളവിൽ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. രാവിലെയും വൈകിട്ടും വെറും വയറ്റ് കഴിക്കാം. ഇത് കഴിക്കാൻ മാത്രമല്ല, അത്യാവശ്യം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം. സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. പച്ച നിറമുള്ളത് കൊണ്ട്, അതിൽ ഹരിതകമുണ്ട്. ഹരിതകമുള്ളത് കൊണ്ട് ആന്റി ക്യാൻസറസ് ആണ്. അത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനുള്ള എന്ത് തകരാറും, GID ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഡിസോർഡർ, അതിന് മുഴുവൻ നല്ലത് അലോവേര ജ്യൂസ്. അതുപോലെ നമ്മുടെ ഒരു ഗിലോയ് തുളസിന്റെ ചിറ്റമൃതം തുളസിയും കൂടി ചേർത്ത മറ്റു കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഈ ഒരു കഷായത്തിന്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതൊരു 30 ml രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ കഴിച്ചാൽ കിഡ്നി സ്റ്റോണിന് ഏറ്റവും നല്ലതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് കിഡ്നി സ്റ്റോൺ, ചെറിയ കല്ലുകളൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. 5 ദിവസം കൊണ്ട് കുറഞ്ഞ ഒരു കേസ് കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു. 5 ദിവസം കൊണ്ട്. അത് പിന്നെ കല്ലിന്റെ സൈസൊക്കെ പെട്ടെന്ന് കുറയുന്നു. കിഡ്നി സ്റ്റോണിന് നല്ലതാണ്. പിന്നെ യൂറിക് ആസിഡിനെ വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. പ്ലസ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വെള്ളപ്പോക്ക് എന്ന അസുഖത്തിന് എക്സലന്റ് റെമഡിയാണ് ഗിലോയ് തുളസി, ചിറ്റമൃതും തുളസിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഈ ഒരു കഷായം. പിന്നെ ചിറ്റമൃത് ബ്രെയിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും, ബ്രെയിൻ സംബന്ധമായ മെമ്മറി ലോസ്, ഡിപ്രഷൻ, അങ്ങനെ പ്രശ്നങ്ങൾക്ക്, അതിന് പുറമെ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, തുമ്മല്, ആസ്മ, അലർജി, അതിനൊക്കെ വണ്ടർഫുൾ ആൻഡ് റിസൾട്ട് തരുന്ന ഗിലോയ് തുളസി, ചിറ്റമൃതും തുളസിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു കഷായം. നന്നായിട്ട് കുലുക്കി എടുക്കത്തിൽ കയ്പൊക്കെ ഉണ്ട്, പേടിക്കൊന്നും വേണ്ട. അത് വളരെ ഗുണം ചെയ്യും. ESR കുറയ്ക്കാൻ ഏറ്റവും നല്ലത് ESR. ധാരാളം ആളുകൾ ബ്ലഡ് ഡിസ്റ്റർബ്ഡ് ആണ്. എവിടെയെങ്കിലും നീർക്കെട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ റെഗുലർലി കഴിച്ചോളൂ. ഈ ഇൻഫ്ലമേഷൻ, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻഫ്ലമേഷൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ നല്ല വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണയുടെ പർപ്പസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരാ. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. പല്ലുവേദന വരുമ്പോൾ നിങ്ങൾ ഒരു കവള് വെളിച്ചെണ്ണ വായിൽ കൊള്ളുക, 5 മിനിറ്റ് കഴിഞ്ഞ് തുപ്പിക്കളയും. ഡെയിലി 2 നേരം ചെയ്തോളൂ. ചെറിയ പല്ലുവേദനയൊക്കെ അതുകൊണ്ട് മാറും. പല്ലുവേദനയ്ക്ക് നമ്മുടെ ഒരു ഉദർസഫ ഉണ്ട്. ഉദർസഫ വയറ് ക്ലീൻ ചെയ്യാനുള്ളത്. അതിന് പുറമെ ഒരു ടീസ്പൂൺ ഉദർസഫ ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വയറ് കൊള്ളുക. 2-3 തവണ ചെയ്തോളൂ. പിന്നെ വേണമെങ്കിൽ ഇറക്കും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ വയറൊന്നും കൂടിയും ക്ലീൻ ആവും. അപ്പൊ പല്ലുവേദനയ്ക്ക് നല്ലതാണ്. തലയിൽ തേക്കാനും ഏറ്റവും നല്ലതാണ്. അതന്നെ നമ്മുടെ ഇതാ സർസോം ഹെയർ ഓയിൽ. മേലുവേദനയ്ക്ക് ഇതിലും നല്ലൊരു സാധനം വേറെ. മേലുവേദന പണ്ട് കാലത്ത് പട്ടാളത്തിൽ നിന്നൊക്കെ വരുമ്പോ വീട്ടിൽ അച്ഛമ്മച്ചി പറയും, നീ വരുമ്പോ ഒരു കുപ്പി കടുകെണ്ണ കൊണ്ടുവരണം. നമ്മുടെ നല്ലൊന്ന് കടുകെണ്ണ കിട്ടിയിരുന്നില്ല. അത് കടുകെണ്ണയിൽ അരിവേപ്പിന്റെ സത്ത് ചേർത്തതാണ് സർസോം ഹെയർ ഓയിൽ. താരം പോവാൻ ബെസ്റ്റ്. 1 ആഴ്ച കൊണ്ടൊക്കെ താരം നോർമൽ ആവുന്നുണ്ട്. പക്ഷെ ഇതിന് വേറെ പ്രധാനപ്പെട്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇയർ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ഒരു 1/2 ടീസ്പൂൺ ലൈറ്റ് ആയിട്ട് ചൂടാക്കി ചെവിയിൽ 2-3 തുള്ളി 2-3 തവണ 2-3 ദിവസം മാറി ഒഴിക്കുക. ചെറിയ കേസുകളൊക്കെ അതുകൊണ്ട് മാറും.
വെർട്ടിഗോ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം, അതാണ് ഇയർ ഇംബാലൻസ്, അതിന് നല്ലതാണ്. പിന്നെ മേലുവേദന, എവിടെയെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ, നീര് വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഇപ്പൊ മുട്ടിലൊക്കെ നീര് വരുന്നു, കാലിൽ നീര് വരുന്നു, നിങ്ങൾക്ക് ഇളം ചൂടോട് കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മേലുവേദന മൊത്തത്തിൽ മാറ്റാൻ നല്ലതാണ് സർസോം ഹെയർ ഓയിൽ. ഉത്തരേന്ത്യയിലെ മുഴുവൻ ആളുകളും തലയിൽ തേക്കേണ്ടത് തന്നെ. നമുക്ക് കിടക്കേണ്ട അത്ര അങ്ങ് പിടിക്കില്ല, പക്ഷെ ഇതിൽ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ഇതിൽ ആര്യവേപ്പിന്റെ സത്ത് ചേർത്തിട്ടുണ്ട്. 4 തരത്തിലുള്ള ചേരുവകൾ ചേർത്ത ഒരു അടിപൊളി ഹെയർ ഓയില്. ഉറക്കക്കുറവ്, ടെൻഷൻ, വിഷാദം, ഡിപ്രഷൻ, ഇങ്ങനെ കുറേ അസുഖങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന, നല്ല ഉറക്കം നൽകുന്ന ഒരു സ്പെഷ്യൽ എണ്ണ. സാധാരണ ഏത് എണ്ണ തലയിൽ തേച്ചാലും മുടി ഇങ്ങനെ ഒട്ടിക്കിടക്കും. ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി പുലർന്ന് കിടക്കും, പൂവാൻ കുറുന്നില്ല. അതിന് ഇംഗ്ലീഷിൽ റോസ്മേരി എന്ന് പറയും. പണ്ട് കാലത്ത് കർക്കിടക മാസത്തിൽ 10 ഇല ചൂടണം, 10 ഇല തിന്നണം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. ചൊല്ലല്ല, ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. കൊല്ലത്തിൽ ഒരിക്കലും 10 ഇല തലയിൽ ചൂടിയാൽ, ദശപുഷ്പങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു കൊല്ലം മുഴുവൻ തലവേദന വരില്ല എന്ന് പറയും. അപ്പൊ തലവേദന മാറ്റാൻ ഏറ്റവും നല്ലതാണ്. കുറച്ചെടുത്ത് ഭംഗിയായിട്ട് തലയിൽ മസാജ് ചെയ്യുക. എങ്ങനെ? ഒരു ചെറിയൊരു വട്ടപാത്രത്തിലെടുത്ത് 10 വിരലുകളും അതിൽ മുക്കി മുടിയുടെ റൂട്ടുകളിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാം. ഓക്കെ, കഴുകിക്കളയാൻ നിങ്ങൾക്ക് സാധാരണ ഷാമ്പു ഉണ്ട്, ഹെർബൽ ഷാമ്പു ഉപയോഗിക്കാം. അപ്പോൾ ജഡാമാംസിന്റെ നല്ല ഉറക്കം കിട്ടും, ടെൻഷൻ കുറയും, നല്ല മണമാണ് അത്. അപ്പൊ പൂവാങ്കുറുന്നിലയുടെ കണ്ടന്റ് ആണ് അതിലുള്ളത്. പ്ലസ് വൈറ്റമിൻ ഇ ഉണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് യൂട്യൂബിലുണ്ട്, ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാം. പിന്നെ നല്ല തല തണുപ്പിക്കുന്ന, നല്ല ഉറക്കം തരുന്ന കൂൾ ഓയിൽ. ഇത് എല്ലാ ദിവസവും 2 നേരം ഞാൻ ഉപയോഗിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവയവം കഴുത്തിന് മേലെയുള്ള തലയാണ്. തല എപ്പോഴും ചൂടായിരിക്കുകയാണ്. വൈകുന്നേരം കുളിച്ച് 2 തുള്ളി എടുത്ത് മസാജ് ചെയ്യും. രാവിലെ കുളിച്ച് കഴിഞ്ഞ് മറ്റ് ഡ്രസ് ചെയ്യുന്നതിന് മുമ്പ് 2 തുള്ളി എടുത്ത് തലയിൽ മസാജ് ചെയ്യും. മെയിൻ കണ്ടിട്ട് ഭൃംഗരാജ തൈലം, കുറെ ചേരുവകളുണ്ട്, എനിക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ ദ മെയിൻ പർപ്പസ് ഇറ്റ് വിൽ കൂൾ യുവർ ഹെഡ്. അതായത് ഒരു കാട്ടരുവിയിൽ നിന്നിട്ട് ഇങ്ങനെ കുളിക്കുന്ന ഒരവസ്ഥ, അത്രയും കൂളിംഗ് എഫക്റ്റ് ആണ്. മാർക്കറ്റിൽ ഇതിനെ സമാന ഗുണം നൽകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ബാർബർ ഷോപ്പുകളെ കാണാറുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പോ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഒരുപാട് ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട്. നമ്മളെ കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരെണ്ണം രാത്രി കിടക്കുന്ന സമയത്ത് കഴിച്ചാൽ നീല നിറത്തിലുള്ള രശ്മികൾ കണ്ണിൽ പതിച്ച് റെറ്റിനയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജിനെ പരിഹരിക്കാൻ നല്ലതാണ്. ഒരെണ്ണം ഡെയിലി കഴിച്ചിട്ട് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഒഴിവാക്കിയ ആളുകളുണ്ട്. കണ്ണിന്റെ ആരോഗ്യം തിരിച്ച് നോർമൽ ലെവലിലേക്ക് വന്ന ആളുകളുണ്ട്. പോയി അപ്പൊ ന്യൂട്രിചാർജ് വ്യൂ ഡെയിലി ഒരെണ്ണം കഴിക്കാം. ഇത് കഴിച്ചാൽ ഈ പറഞ്ഞ ബെനിഫിറ്റ്, അതിന് കുറച്ചും കൂടി ഒരു എഫക്ട് കിട്ടാൻ അതിന്റെ കൂടെ ഒരു DHA 200 കൂടി കഴിക്കാം. DHA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്കോസോഹെക്സോണോയിക് ആസിഡ്, അതായത് ബ്രെയിനിന്റെ ഫംഗ്ഷന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് DHA. 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്: ബ്രെയിൻ ഡെവലപ്മെന്റ്, ബ്രെയിൻ ആക്ടിവേഷൻ, ബ്രെയിൻ മെയിൻ്റെനൻസ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് നടത്താൻ പറ്റുന്നത് ഗർഭിണികൾ കഴിച്ചാൽ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നന്നാവും. കാരണം 70% ബ്രെയിൻ ഡെവലപ്മെന്റ് ഗർഭാവസ്ഥയിലാണ്. ബാക്കി ഒരു 20-25% 5 വയസ്സിനുള്ളിൽ. ബാക്കിയുള്ള 5% എന്റെ മുന്നിൽ നിന്ന് ക്ലാസ് കേൾക്കുന്ന നിങ്ങളും ക്ലാസ് എടുക്കുന്ന ഞാനും. അപ്പൊ നമുക്കിത് കഴിച്ചാൽ അറ്റ്ലീസ്റ്റ് ബ്രെയിന്റെ മെയിൻ്റെനൻസിനെ ഒന്ന് മെച്ചപ്പെടുത്താം. ബ്രെയിന്റെ മെയിൻ്റെനൻസ് മോശമായ അതുപോലെ ഉണ്ടാകുന്ന രോഗമാണ് ഓർമ്മക്കുറവ്, അല്ലെങ്കിൽ ഡിമെൻഷ്യ, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, പിന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ഡൗൺ സിൻഡ്രോം, അങ്ങനെ കുറെ എപ്പിലെപ്സി, ഫിറ്റ്സ്, അപസ്മാരം പോലെ പ്രശ്നങ്ങൾ. അതിനൊക്കെ നല്ലതാണ്. ഒരെണ്ണം രാവിലെ, ഒരെണ്ണം വൈകിട്ട് കഴിക്കുക. നല്ല ഉറക്കം കിട്ടാൻ വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? നമ്മൾ കാണുന്നു എന്നുള്ളൊരു തോന്നല് ഈ കണ്ടതുകൊണ്ട് മാത്രമല്ല, ഇവിടെ നിന്നുള്ള സിഗ്നൽ നേരെ ബ്രെയിനിൽ ചെല്ലണം. ആ ബ്രെയിനിന്റെ ഫംഗ്ഷൻ അവിടെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ കാണല് ശരിയാവില്ല. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മുടെ ശരീരത്തിൽ സ്വയം ഉത്പാദിപ്പിക്കാൻ പറ്റാത്തതും നമ്മുടെ ശരീരത്തിന് DHA 200 എല്ലാവർക്കും കഴിക്കാം. കുട്ടികൾക്ക് കഴിക്കാവുന്ന DHA ട്വിസ്റ്റ് ഉണ്ട്. ന്യൂട്രിചാർജ് വ്യൂ തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ട, ഒരു 8-10 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാം. പക്ഷെ 2 ദിവസം കൊണ്ട് കൊടുത്താൽ മതി. പക്ഷെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ട് 18 വയസ്സിന് ശേഷമുള്ളവർ കഴിച്ചാൽ മതി എന്ന്. അത് പ്രൊഫഷണൽ എങ്ങനെ എഴുതണം, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തതും എന്നാൽ ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടാത്തതുമായ ഒരു കണ്ടന്റ് ആണ് omega-3. അത് സാധാരണ കിട്ടുന്ന മീനിൽ നിന്നാണ്. എല്ലാവരും മീൻ കഴിക്കില്ല. ഇനി കഴിക്കുമ്പോൾ തന്നെ മീൻ ചൂടാക്കുമ്പോൾ omega-3 മുഴുവൻ പോകും. മീൻ ഗുളിക നമുക്ക് കിട്ടാറുണ്ട്, പക്ഷെ അത് ആളുകൾക്ക് ഇഷ്ടാവില്ല. അതിന്റെ ടേസ്റ്റ് അത്തരത്തിലുള്ളതാണ്. പക്ഷെ ഇത് നമ്മുടെ ഫ്ലാക്സ് സീഡിൽ നിന്ന്, ചണത്തിൽ നിന്ന് എടുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള omega-3 ആണ്. ഇതെല്ലാവർക്കും കഴിക്കാം. എനിബഡി ഓർ എവറിബഡി ക്യാൻ ടേക്ക്, ഇൻക്ലൂഡിങ് കിഡ്നി പേഷ്യൻസ്. വെജ് ഒമേഗ ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ സെല്ലുകളുടെ പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. ഓരോ കോശങ്ങളുടെയും ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് ബേസിക് കണ്ടന്റ് omega-3 ആണ്. omega-3 കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഭിത്തികളിലൂടെ പല വൈറസും ബാക്ടീരിയയും കൊറോണയും ഒക്കെ കയറി വരും. അപ്പൊ നമ്മുടെ ശരീരത്തെ 100% പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലത്. അതുകൊണ്ട് തന്നെ അടി തൊട്ട് മുടി വരെ, മുടിക്കും
ബ്രെയിനും കണ്ണിനും തൈറോയിഡിനും അതുപോലെ ലങ്സിനും ഹാർട്ടിനും കംപ്ലീറ്റ് ഇന്റേണൽ ഓർഗൻസിനും ദഹന സംബന്ധമായ അവയവങ്ങൾക്കും ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റിക്കും സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാനും 3 തരത്തിലുള്ള ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങി ഒരുപാട് അസുഖങ്ങൾ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് ഒമേഗ 3. ശരീരത്തിന് സ്വയം നിർമ്മിക്കാൻ പറ്റില്ല, എന്നാൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വേണ്ടത്ര അളവിൽ കിട്ടൂല. അതാണ് ഒമേഗ 3. പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള ന്യൂട്രിചാർട്ട് കിറ്റ്സ് ഉണ്ട്, 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ട സമ്പൂർണ്ണമായ പോഷകങ്ങൾ മുഴുവൻ ന്യൂട്രിചാർട്ട് കിറ്റ്സിലൂടെ നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ 1.5 മാസം കൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, അവർക്ക് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. കാരണം ഇതിൽ 48 പോഷകങ്ങളിൽ വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡന്റ്, ഡയറ്ററി ഫൈബർ പ്ലസ് 3 തരത്തിലുള്ള പ്രോട്ടീൻ, അതിന് പുറമെ 10ഓളം പച്ചമരുന്നുകൾ, കീഴാർനെല്ലി, പച്ചമുന്തിരി, ഇരട്ടിമധുരം, പനിക്കൂർക്ക, അയമോദകം, ഇഞ്ചി, കറുവാപ്പട്ട, തുളസി തുടങ്ങി 10ഓളം പച്ചമരുന്നുകൾ ചേർത്തിട്ടുണ്ട് റീചാർജ് കിറ്റ്. കുട്ടികൾക്ക് മാത്രമല്ല, ശ്വാസം മുട്ടുള്ള മുതിർന്ന ആളുകൾക്ക് കൊടുത്താലും 2-3 മാസം കൊണ്ട് ശ്വാസം മുട്ട് കുറയും, ശ്വാസം മുട്ട് മാറി ഇനി ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ച് കിടന്ന ആളുകൾ അത് ഉപേക്ഷിച്ച് നോർമൽ ലൈഫിലേക്ക് വന്ന ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്കുണ്ട്. അതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. സോ ന്യൂട്രിചാർട്ട് കിറ്റ്സ് കുട്ടികൾക്ക് ഉപയോഗിക്കാം, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കേസർ പിസ്ത പ്രോഡക്റ്റ്. ന്യൂട്രിചാർട്ട് കേസർ പിസ്ത പ്രോഡക്റ്റിന്റെ പ്രത്യേകത, അതിൽ കുങ്കുമപ്പൂവുണ്ട്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നല്ലതാണ്, പിസ്തയുണ്ട്, അതിൽ ഫുൾ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് പ്രോട്ടീൻ പ്ലസ് കുർക്കുമിൻ ഉണ്ട്. ഇതിന്റെ 1% കുർക്കുമിനാണ് മഞ്ഞളിൽ നിന്നെടുക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ആന്റി ക്യാൻസർ. അപ്പൊ ക്യാൻസർ പേഷ്യൻസ്, ക്യാൻസറുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് കൊടുക്കാം, ഗർഭിണികൾക്ക് കൊടുക്കാം, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാം. ഒരു സ്കൂപ്പ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 1-2 നേരം ഡെയിലി കൊടുത്തോളൂ, റിക്വയർമെന്റ് അനുസരിച്ച്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, വാദസംബന്ധമായ റുമാറ്റോഡ് ആർത്രൈറ്റിസ് പോലുള്ള കേസുകൾക്ക് നല്ല റിസൾട്ടാണ് തരുന്നത്. അപ്പൊ ഇത് കഴിക്കാം, വിലയുണ്ട്, പക്ഷെ അതിന്റെ ഗുണമുണ്ട്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് കുർക്കുമിൻ. കുർക്കുമിൻ ഓർത്തിരിക്കുക. അപ്പൊ ഇത് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെന്നെ സജസ്റ്റ് ചെയ്യാം, ഇത് പറഞ്ഞു തരാൻ ഒരു ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ഇത് ഫുഡ് സപ്ലിമെന്റ്സ് ആണ്, ഫുഡാണ്. ഫുഡിനെ കുറിച്ച് പറയാൻ ഡോക്ടറിന്റെ ആവശ്യമില്ല. 3 തരത്തിലുള്ള പ്രോട്ടീൻ ചേർത്തുണ്ടാക്കിയ ഓൾപ്രോ. സോയ് പ്രോട്ടീൻ ഉണ്ട്, പീ പ്രോട്ടീൻ ഉണ്ട്, പ്രത്യേകിച്ച് അതില് മത്തംകുരുന്ന് എടുക്കുന്ന പംകിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്, ഹോർമോണൽ ഇംബാലൻസിന് വളരെ നല്ലതാണ്. അപ്പൊ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നമുക്ക് ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇതാണ്. പ്രായമുള്ള പുരുഷന്മാർക്ക് ഭൂരിപക്ഷം ആളുകൾക്കുള്ള പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. അതിന് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഇതിലൂടെ കിട്ടും. 1-2 സ്കൂപ്പ് റെഗുലർലി കഴിക്കുക. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് മണമില്ല, പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഇല്ല. എന്തിന്റെ കൂടെയും ചേർക്കാം, ചായയുടെ കൂടെ, കാപ്പിയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിന്റെ കൂടെ, സാമ്പാറിന്റെ കൂടെ ചേർത്ത് കഴിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. പലരും പറയാറുണ്ട് എനിക്ക് കൊക്കോ പ്രോഡക്റ്റ് ഇഷ്ടമല്ല, സ്ട്രോബെറി പ്രോഡക്റ്റിന്റെ മണം പിടിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ഓൾപ്രോ ഉണ്ട്. ഷുഗർ പേഷ്യൻസിനെ ഷുഗറിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന, ഒരു പരിധിവരെ തിരിച്ചു വരാൻ സഹായിക്കുന്ന, അവരുടെ മസിൽ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഗ്ലൈസം പ്രോഡക്റ്റ്. ഇതിന്റെ കൂടെ ഒരു ഗ്ലൈസൻ ടാബ്ലറ്റ് കൂടി ഉണ്ട്. ആ ടാബ്ലറ്റ് വെറും വയറ്റില് വായിലലിച്ച് കഴിക്കുക. ഒപ്പം ഇത് ഒരു സ്കൂപ്പ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുക. അപ്പൊ ക്ഷീണം കുറയും, ഒരു പതുക്കെ ഷുഗറിൽ നിന്ന് നോർമൽ ലെവലിലേക്ക് വരും. അതായത് പ്രീ ഡയബറ്റീസ് കാറ്റഗറിയിലെ ഒരാളെ നോൺ ഡയബറ്റിക്സിലേക്ക് കൊണ്ടുവരാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് കാറ്റഗറിയിലെ ഒരാളെ പതുക്കെ പ്രീ ഡയബറ്റീസിലേക്ക് കൊണ്ടുവരാം. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അവർ പ്രത്യേകിച്ച് അവരുടെ ഷുഗർ ലെവൽ അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഇത് കഴിക്കുമ്പോൾ ഷുഗർ കുറയും, ഗ്ലൈസം ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഷുഗർ കുറയും, ഒപ്പം അവർ കഴിക്കുന്ന മരുന്നും കഴിക്കുമ്പോൾ വളരെ ലോ ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രത്യേകം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇപ്പൊ നമുക്ക് വണ്ടർഫുൾ ആയിട്ടൊരു പുതിയൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മധു സയ്യം രസ്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ബോട്ടിലാണ്. അപ്പൊ എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഒരു പ്രൊഡക്റ്റ് വന്നാൽ നമ്മൾ കഴിച്ചു നോക്കണം. ഫാറ്റി ലിവറിന് നല്ലതാണ്. പിന്നെ 12 ചേരുവകളാണുള്ളത്. കൈപ്പിക്കയുണ്ട്, വേങ്ങമരത്തിന്റെ തോലുണ്ട്, ഞാവൽപ്പഴത്തിന്റെ സത്ത് ഉണ്ട്, ചക്കരക്കൊല്ലി ഉണ്ട്, അങ്ങനെ തുടങ്ങി ഉലുവ, അങ്ങനെ ഒരുപാട് ചേരുവകൾ ചേർത്തുണ്ടാക്കി. ഇത് ഫാറ്റി ലിവറിന് നല്ലത്. ഷുഗറിനെ ഒരു 3 മാസം കൊണ്ട് 30% ഷുഗർ ലെവൽ കുറയ്ക്കും. എല്ലാവർക്കും എല്ലാ റിസൾട്ടൊന്നും കിട്ടില്ല, പക്ഷെ നല്ലൊരു ശതമാനം ആളുകൾ നല്ലൊരു ശതമാനം റിസൾട്ട് കിട്ടുന്നുണ്ട്. വൈ? ബിക്കോസ് ഒരു രോഗം മാറുന്നത് 5 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. രോഗിയുടെ പ്രായം, രോഗത്തിന്റെ പഴക്കം, രോഗി കഴിച്ച മറ്റ് അലോപ്പതി മരുന്നുകളുടെ അളവ്, രോഗിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവശക്തി, രോഗിക്ക് മരുന്നിൽ അല്ലെങ്കിൽ ഡോക്ടറിൽ അല്ലെങ്കിൽ അസിസ്റ്റത്തിലുള്ള വിശ്വാസം. അപ്പൊ ഇത് കഴിക്കുക, എങ്ങനെ കഴിക്കുന്നതിന് മേലെ ഒരു മൂടിയുടെ ഒരു അളപ്പുണ്ട്. 30 ml കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 നേരം വെറും വയറ്റിൽ കഴിച്ചോളൂ. നല്ല റിസൾട്ട്. അത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക സുഖം. നെല്ലിക്കയാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ്. അപ്പോ ഇതെല്ലാം സർവ്വരോഗ സംഹാരികളാണ്. ഒരു പ്രത്യേക രോഗം മാത്രമല്ല, ഒരു ദിവസം കൊണ്ട് രോഗം മാറുന്നല്ല നമ്മൾ പറയുന്നത്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാനുള്ളതുണ്ട്. ഒരു 40 ഗ്രാം തൂക്കമുള്ള 15 സാഷ ഉണ്ട്. അത്താഴം കഴിഞ്ഞ് ഒരു ഗ്ലാസ്
ഇളം ചൂടുവെള്ളത്തിൽ പ്രോപ്പറായിട്ട് മിക്സ് ചെയ്യുക. വർഷങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ അലിയിപ്പിച്ച് കളയാൻ ഈ ന്യൂട്രിചാർജ് SNF സഹായിക്കും. അതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത വിസറൽ ഫാറ്റ് കുറയ്ക്കുക. നമ്മളതിൽ ബോഡി സ്കാനർ ഉണ്ട്. ബോഡി സ്കാനർ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിസറൽ ഫാറ്റ് കൂടുമ്പോൾ ആ വിസറൽ ഫാറ്റ് കുറയ്ക്കാനും ഇത് നല്ലതാണ്. ഇതും ക്ലിനിക്കലി പ്രൂവൺ ആണ്. അപ്പൊ നമുക്ക് ഇത്തരം ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഏത് പ്രൊഡക്റ്റിനും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്റെ കയ്യിലുള്ള കുറെ പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനത്തെ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയുകയാണ്, ദാറ്റ് ഇസ് ന്യൂട്രിചാർജ് വുമൺ. ഇന്ന് നമ്മുടെ നാട്ടിലെ ആർസിഎമ്മിലെ രണ്ടാമത്തെ നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. ഇന്ത്യയിലെ ലോകത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ആരോഗ്യം നൽകാൻ പര്യാപ്തമായ 60% ഒരു സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഇതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ സാധിക്കുന്ന ഈ ഒരു പോഷകാഹാരം 50 പോഷകങ്ങളുണ്ടെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി ഒരെണ്ണം കഴിക്കുക. ഒറ്റ കണ്ടീഷൻ, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം, ഇതിൽ 21 മില്ലിഗ്രാം അയൺ അടങ്ങിയിട്ടുണ്ട്. സാധാരണ അയൺ ഫെറസ് സൾഫേറ്റ് ആണെങ്കിൽ ഈ അയൺ ഫെറസ് ബിസ് ഗ്ലൈസിനേറ്റ് ആണ്. സാധാരണ അയൺ 24% മാത്രമേ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് 90% നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടാനും അതുപോലെ തന്നെ ക്ഷീണം, വയ്യ, തളർച്ച, വിളർച്ച ആ പ്രശ്നം പരിഹരിക്കാനും നല്ലതാണ്. നമ്മുടെ നാട്ടിൽ 59%-ലധികം സ്ത്രീകള് വിളർച്ചയുള്ളവരാണ്, ക്ഷീണമുള്ളവരാണ്. ഏത് ആശുപത്രി ചെന്നാലും രോഗികളായിട്ട് അവിടെ വരുന്നത് സ്ത്രീകളാണ് കൂടുതൽ. അപ്പൊ അവരെ ഒരു പരിധി വരെ അതൊന്ന് കുറച്ചുകൊണ്ടത് സഹായിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ്, ആരോഗ്യവതിയായ സ്ത്രീയുടെ ശരീരത്തിൽ 28 ± 2 ദിവസത്തിൽ കൃത്യമായിട്ട് ആർത്തവം വരണം. ആർക്കും അങ്ങനെ വരാറില്ല. അതിനെ ഓരോ ആർത്തവ ചക്രത്തിലും ഏകദേശം 80 മുതൽ 150 മില്ലി ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം. അത്രയും ബ്ലഡ് പുറത്തു പോകാനുള്ള അയൺ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഈ പരിപാടി നീട്ടിവെക്കും. 28 ദിവസത്തിൽ വരേണ്ട ആർത്തവം 30-ലും 35-ലും ഒക്കെ വരും. ഇറഗുലർ ആയിട്ട് പീരീഡ് വരുന്നതിനെ തടയാൻ ഇത് സഹായിക്കും. കാരണം ഇത് നമ്മുടെ HB ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ 21 മില്ലിഗ്രാം അയൺ ഉണ്ട്. പല സ്ത്രീകൾക്കും പീരീഡ് വരില്ല. 5-6 മാസം കൂടുമ്പോൾ വന്നാലും 6 മാസത്തെ ബ്ലീഡിങ് ഒറ്റയടിക്ക് ഉണ്ടാവും. അത് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കും. കണ്ടിന്യൂസ് തന്നെ ഹെവി ബ്ലീഡിങ്. അതിനെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. ഒരു ഗ്ലാസ് നല്ല പശുവിൻ പാല് കഴിച്ചാൽ അതിൽ നിന്ന് ഏകദേശം ഒരു 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം കിട്ടുമെങ്കിൽ അത്രയും കാൽഷ്യം ഈ ഒരു ഗുളികയിലുണ്ട്. അപ്പൊ ഇത് റെഗുലർ ആയിട്ട് കഴിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുക? അവരുടെ ശരീരത്തിലുള്ള ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ, ചെറിയ തരത്തിലുള്ള വേദനകളൊക്കെ മാറ്റാൻ ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം സ്ത്രീകൾക്കും ഫൈബ്രോയിഡ് ഉണ്ട്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ആ ഫൈബ്രോയിഡിന്റെ വളർച്ചയെ തടയാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട് 4 മണിപ്പൂവിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. മാത്രമല്ല PCOD പോലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അത് വളരെ നല്ലതാണ്. മാസമുറ വരുന്നതിന് മുമ്പുണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, ഛർദി, മൈഗ്രെയിൻ തുടങ്ങി കുറെ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഉണ്ട്. അതാണ് ബേസിക്കലി പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്ന് പറയും. പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം അതിനെ പരിഹരിക്കാൻ ഇതിൽ സ്റ്റാർ ഫ്ലവർ, നക്ഷത്രപ്പൂവ്, ഈ വയലറ്റ് കളറിൽ ഒരു പൂവ്, ആ പൂവിന്റെ സത്ത് ചേർത്തിട്ടുണ്ട്. ധാരാളം പെൺകുട്ടികളുടെ സ്കൂളൊക്കെ വെച്ച് പീരീഡ് സ്റ്റാർട്ട് ചെയ്താൽ ഛർദി, മൈഗ്രെയിൻ ഒക്കെ വന്ന ടീച്ചർമാർ കുട്ടികളെ വണ്ടിയും വിളിച്ച് വീട്ടിലെത്തിക്കും. ചില സന്ദർഭങ്ങളിൽ പാരന്റ്സിനെ സ്കൂളിലോട്ട് വിളിപ്പിക്കും. ഒരു 2-3 മാസം കൊണ്ട് അതൊക്കെ മാറ്റാൻ പറ്റും. ആയിരക്കണക്കിന് റിസൾട്ട് നമുക്ക് കിട്ടിയും. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന്. ഇനി ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് വേണ്ട 13 തരത്തിലെ പഴങ്ങളുടെ സത്ത്. സാധാരണ നമ്മുടെ നല്ല സ്ത്രീകൾ പഴങ്ങൾ കഴിക്കാറേ ഇല്ല. അവർ പൊതുവെ പഴ വിരോധികളാണ്. 13 തരത്തിലുള്ള പഴങ്ങൾ, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാംഗോസ്റ്റിൻ, ആപ്രിക്കോട്ട്, അവോക്കാഡോ, കിവി, പൈനാപ്പിൾ, നോനി തുടങ്ങി ഒരുപാട് പഴങ്ങളുടെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. 13 തരത്തിലെ പഴങ്ങൾ, ഓരോന്നിനും ഓരോ ബെനിഫിറ്റാണ്. ബ്ലൂബെറി കുടവയറ് കുറയ്ക്കാൻ നല്ലതാണ്. വെള്ളപ്പൊക്കം എന്ന അസുഖത്തിന് ഏറ്റവും നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതാണ്. സ്ട്രോബെറി പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നല്ലതാണ്. ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും സ്ട്രോബെറിയും ചെറിയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? കൂടിയ തൈറോയിഡിനെ കുറഞ്ഞതിനെ നോർമലൈസ് ചെയ്യും. ധാരാളം സ്ത്രീകൾ ഇത് കഴിച്ചിട്ട് തൈറോയിഡിന്റെ ഒരു ബുദ്ധിമുട്ട് മാറ്റി, മരുന്ന് വരെ മാറ്റി ധാരാളം ആളൊക്കെ എനിക്കറിയാം. അപ്പൊ ഇത്രമാത്രം ബെനിഫിറ്റ് ഉള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ. അപ്പൊ ന്യൂട്രിചാർജ് വുമന്റെ ഒരു വലിയ ഒരു പ്രോഗ്രാം ഇന്നലെ ബോംബെയിൽ നടന്നു. അത് കഴിഞ്ഞ് കുറച്ചുപേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 15 കോടി സ്ത്രീകളിലേക്ക് ന്യൂട്രിചാർജ് വുമൺ എത്തിക്കാനുള്ള വലിയൊരു ദൗത്യത്തിലാണ് നമ്മൾ. ഞാൻ പറഞ്ഞ 15 കോടി സ്ത്രീകളിലേക്ക് ന്യൂട്രിചാർജ് വുമൺ മാത്രമല്ല, മൊത്തം RCM എത്തിക്കണം. ഇന്ത്യയിലെ നല്ല ലോകത്തിലെ മുഴുവൻ ആളുകളിലേക്ക് RCM എത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ ലോകത്തിലെ മുഴുവൻ ആളുകളും ആരോഗ്യമായിട്ട് കഴിയും, ആരോഗ്യത്തോടു കൂടി കഴിയും. അപ്പൊ ഇതിനൊക്കെ വരുന്ന വില ഒരു കാപ്പി കുടിക്കുന്ന പൈസ വരുന്നുള്ളൂ, 10-15 രൂപയെ വരുന്നുള്ളൂ. ഒരു പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ ഒരു അടിപൊളി കോഫി ഉണ്ട്. അടിപൊളി കോഫി. ഈ കോഫി കുടിച്ച ഒരാൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് 6ഓളം വിദേശ രാജ്യങ്ങളിൽ കൂടി ഞാൻ കാപ്പി കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാപ്പിയും ഈ കാപ്പിയും എല്ലാം ഉണ്ടായിട്ടില്ല. പ്യുവർ കോഫി. ഓക്കെ. അപ്പൊ
നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർസിമിൽ കിട്ടും. ഞാനൊരു 50 പ്രൊഡക്റ്റുകൾ നിങ്ങളോട് പറഞ്ഞു. 50 58 പ്രൊഡക്റ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് കൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസൻ കടലമാവ് നമുക്ക് നേരിട്ട് ആർസിമിലൂടെ കിട്ടുന്നുണ്ട്. 58 പ്രൊഡക്റ്റുകൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന 400 ഉൽപ്പന്നങ്ങളുണ്ട്. വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുങ്ങും, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം കിട്ടും, പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടും. നമ്മൾ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ വരുമാനത്തെ നമുക്ക് സമ്പത്തായിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ആർസി നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ആർസിയം. അത് പ്രശ്നങ്ങൾ എന്തു ആയിക്കൊള്ളട്ടെ. ഇപ്പൊ രോഗശയ്യയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷത്തിന്റെ രൂപത്തിൽ കിട്ടുക, അല്ലെ? അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ജീവിക്കുന്ന ആ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിരുന്ന സന്തോഷം. അപ്പൊ എന്ത് പ്രശ്നം നമ്മുടെ ലൈഫിലുണ്ടോ, ഇതാ പ്രോട്ടീന്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതാ നമ്മുടെ ഒരു കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊക്കെ ഒരു ഡെയിലി ഒരു സാഷെ കലക്കി കുടിച്ച് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ദ ഹോൾ ഡേ യു വിൽ ബി ഫിറ്റ് ലൈക്ക് ഫിഡിൽ എന്ന് പറയും. അപ്പോ ഇത്രമാത്രം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ സിസ്റ്റത്തിലുള്ളപ്പോൾ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേറെ ഒരു പരസ്യമില്ല, നമ്മുടെ നാക്ക് മാത്രമേ ഉള്ളൂ. സത്യസന്ധമായിട്ട് ഇത് ആളുകളിലേക്ക് എത്തിക്കുക. ആ എത്തിക്കുന്നതിനാണ് നിങ്ങൾക്ക് കൂലി കിട്ടുന്നത്. ആ കൂലി കിട്ടുന്നതിന് നമ്മൾ കമ്മീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ടു ബി ഹാപ്പി. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് എന്താണ് നല്ല ആരോഗ്യമാണ്. അപ്പൊ രോഗശൈലി തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ധനം അല്ലെങ്കിൽ പണം സന്തോഷം നൽകും. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് കൂട്ടായ്മ സന്തോഷം നൽകും. ഇത് 4 കോടി ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ചെറിയൊരു പരിച്ഛേദം മാത്രമാണ് ഇത്. അറിവുകൾ നമുക്ക് സന്തോഷം നൽകും, അല്ലെ? ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് അറിവുള്ള ആളുകൾ എന്റെ മുന്നിലിരിക്കുന്നത്, പക്ഷെ കുറച്ച് ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. വെള്ളം എത്ര കുടിക്കണമെന്നും എന്തുകൊണ്ട് വ്യായാമം ചെയ്യണമെന്നും ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോ രോഗശൈലി തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം നൽകുക. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് കൂട്ടായ്മ സന്തോഷം നൽകും. ഇത് വലിയൊരു കൂട്ടായ്മയാണ്. അറിവുകൾ നമുക്ക് സന്തോഷം നൽകും, അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും, ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും, യാത്രകൾ നമുക്ക് സന്തോഷം നൽകും. സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ നാടിന്റെ വളർച്ചയിൽ നമുക്കൊരു പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് സന്തോഷം നൽകും. നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നൽ, ദാറ്റ്സ് കോൾഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സുരക്ഷ. ഇതെല്ലാം തരാൻ പര്യാപ്തമായ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ആർസിയം. ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് വരിക. ഇതിനെ സത്യസന്ധമായിട്ട് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തോ. ജയ് ഹിന്ദ്, ജയ് ആർസി.